മറ്റ് ഗുരുനാഥന്മാരെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറകിന് താഴെ ജീവിക്കുവാനുള്ള മഹത്തായ ഭാഗ്യത്തിന്റെ ഉടമകളായ മുതഅല്ലിമീങ്ങളെ, വേങ്ങ മുസ്ലിം മഹല്ലിന്റെ കർമ്മോത്സുകരായ സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശിഷ്യ ഒരു ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി 1000 ദിവസത്തെ പ്രോഗ്രാമിന്റെ കഷ്ടപ്പാടും പരിശ്രമങ്ങളും ത്യാഗങ്ങളുമായി ഇപ്പോഴും വിശ്രമമില്ലാതെ ഈ പരിപാടിയുടെ വിജയത്തിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന OSFന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുതിർന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, ഉമ്മബിങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വിശിഷ്യ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി സംഘാടകരെ പോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഇതര മതങ്ങളിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. അല്ലാഹു അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോദിശിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി തന്നെ അറിയിക്കുകയാണ്. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഈ അനുഗ്രഹീതമായ ഒരുമിച്ചുകൂടലിനെ അള്ളാഹുവിന്റെ ഫിർദൗസിൽ സംഗമിക്കുന്നതിന് ഒരു കാരണമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. സർവവിധ ദോഷങ്ങളും അള്ളാഹു പുറത്തു തന്ന ശിഷ്ടകാല ജീവിതം സമസ്താപരാധങ്ങളിൽ നിന്നും ഒഴിവായി ജീവിക്കാൻ അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കുമാറാകട്ടെ. ഗുരുനാഥന്മാരുടെ ഗുരുത്വവും മാതാപിതാക്കളുടെ പൊരുത്തവും നേടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പരിമളമേറ്റ് മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു സാധുക്കളായ നമ്മെ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ, സഹോദരി സഹോദരങ്ങൾ, അള്ളാഹു കാരുണ്യവാനായ തമ്പുരാൻ അവരുടെ സകല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. 7 മണിക്കൊക്കെ വന്ന ഉമ്മമാരിപ്പോ ചിന്തിക്കുകയായിരിക്കും, അള്ളാഹുവേ എങ്ങനെ ഇന്ന് വീട്ടിലെത്തുക റബ്ബേ, ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും? ആദ്യം വന്ന് ഫ്രണ്ടി ഇരിക്കുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊന്നും നിരാശപ്പെടരുത്. സഹോദരങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇനിയിപ്പോ എവിടെ പോയാലും കസേര കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് കുറച്ച് പേപ്പറും കടലാസും ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നത്. നമ്മളെ മനഃപൂർവ്വം വിഷമിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാൽ പൊരുത്തപ്പെടണം എന്ന് ഞാൻ അറിയിക്കുകയാണ്. കാരണം അവരുടെ മാനസികാവസ്ഥ നല്ലതുപോലെ എനിക്കറിയാം. ദൈവജനെല്ലാവരും പൊരുത്തപ്പെടണം. അള്ളാഹു പടച്ചതമ്പുരാൻ സംഘടനകൾക്ക് വിധേയമായി അതിൽ നിന്നും യാതൊരുവിധ എതിർപ്പുമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ നിലയിൽ തന്നെ ഒരുമിച്ചുകൂടി അതുപോലെ തന്നെ പിരിയാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഈ മഹല്ല് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു വലിയ പരിപാടി, ഇത് ഒരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ പറ്റുന്ന പരിപാടിയല്ല. ഞാന് സുന്നത്ത് ജമാഅത്തിന്റെ 2 സംഘടനയുടെയും പരിപാടിക്ക് സജീവമായി പോകുന്നയാളാണ്. പക്ഷെ ഇത് ഒരു സംഘടനയുടെയും കീഴിലുള്ള പരിപാടിയല്ല. പല സംഘടനകളുമുള്ള വേങ്ങാ മഹല്ലിന്റെ കീഴിലുള്ള OSFന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വളരെ താല്പര്യപൂർവ്വം മഹല്ലിന്റെ പിന്തുണയോടുകൂടി ഉസ്താദുമാരുടെ നേതൃത്വത്തിന് താഴെ നിന്നുകൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട്, ഒരു കോരിക പോലുമില്ലാതെ കൈകൾ കൊണ്ട് ഇവിടുത്തെ മണ്ണും പുല്ലും വൃത്തിയാക്കിയെടുത്ത് നമുക്ക് വേണ്ടി ഈ വിശാലമായ മൈതാനി ഒരുക്കി തന്നപ്പോൾ എല്ലാവരും അതിൽ നിഷ്പക്ഷമായി സഹകരിച്ച് നമ്മുടെ സമുദായത്തിന്റെ നന്മയുടെ പരിപാടിയാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ സാക്ഷി നിർത്തി കോടിക്കണക്കിന് മാലാഖമാർ മഴത്തുള്ളികളെ പോലെ പെയ്തിറങ്ങുന്ന ഈ ഗ്രൗണ്ടിൽ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദുആഇനൊരു ഇജാബത്ത് വേണമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുക. ഇജാബത്തിന്റെ സാധ്യത കൂടുതൽ. കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിരുകളില്ലാത്ത പ്രവാചക സ്നേഹം എന്ന വിഷയമാണ്. അതിന് അതിരുകളില്ല എന്നത് വാസ്തവമാണ്. പ്രവാചക സ്നേഹത്തിന് അതിരുകളില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് അതിരുകളില്ല. വിധങ്ങൾ പറഞ്ഞത്, നിന്നെ പ്രാന്തൻ എന്ന് വിളിക്കപ്പെടുന്നത് വരെ നീ സ്വലാത്ത് ചെല്ലണം എന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ.
സലാത്ത് ചൊല്ലി 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 അയാളൊരു ഭ്രാന്തനാണ് എന്ന് പറയുന്നത് വരെ സലാത്ത് ചെല്ലണം അത്ര. അപ്പോൾ അതിന് അതിരുകളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. ആമുഖ ഭാഷണം ഇനി പറയുന്നത് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി വൈകിയ വേളയിൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ദിവസമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും വിഷയത്തിൽ നിന്ന് പുറത്തിറങ്ങിയും നിങ്ങളോട് പറയാനുണ്ട്. അള്ളാഹു പടച്ചതമ്പുരാൻ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ജനം കൂടിയതുകൊണ്ട് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകരുത്. മൂഡ് ഓഫ് ആകുമ്പോൾ ഇടുപ്പിലിരിക്കുന്ന ബീഡിയൊന്നും ഉരച്ച് കത്തിക്കരുത്. എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ വലിയ സൂര്യാക്കളൊന്നും അല്ലാന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ നൗഷാദ് വാക്കയുടെ സദസ്സിന് പണ്ഡിതന്മാർ ഒരുപാട് കൂടൂല, യുവാക്കളാണ് ഉള്ളത് എന്നാ പറയാം. എനിക്കത് തന്നെയാണ് പരിപാടി. പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടി അടികൂട്ടുന്ന പരിപാടി എനിക്കില്ല. യുവാക്കൾ ഒരുമിച്ച് കൂട്ടി നന്നാക്കുന്ന പരിപാടി അള്ളാഹു അത് തന്നെ നിലനിർത്തി തരട്ടെ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഓഫ് ആകുമ്പോ ഇടുപ്പിൽ തപ്പിയിട്ട് മറ്റേ സാധനം ആരും പുറത്തിറക്കരുത്. അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് പോകുമ്പോൾ എടുക്കാനും ഇഷ്ടംപോലെ സ്ഥലം കിടക്കില്ല, നടന്നങ്ങ് കിടക്കണ്ടേ, വണ്ടി എവിടെ വെച്ചത്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോ പൊരുത്തത്തോടുകൂടി അൽഹംദുലില്ലാഹ് ഈ പരിപാടിയിൽ ശ്രദ്ധിച്ച് മനോഹരമായി ഒന്നും പഠിക്കാനില്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആളിപ്പടരുന്ന ഒരു പ്രവാചകൻ പറയുന്നു. അതിനാരും ഒന്ന് വെള്ളം കുടിച്ചാലും കെട്ടുപോകാൻ പാടില്ല. അത് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് കെട്ടണം, ബാക്കിയുള്ള മാസത്തിൽ കെട്ടുപോകാനും പാടില്ല. അള്ളാഹു അത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ട് കാഫിറുകളായ രണ്ട് മനുഷ്യരുടെ മരണം ഈ സമുദായത്തിന് ഒരു ഗുണപാഠം തരുന്നുണ്ട്. അത് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാനുള്ള എന്റെ ഒരു കവാടമായി ഞാൻ മനസ്സിലാക്കി ഞാനതിലെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രം പലതുമ്പോൾ കാഫിറുകളായിരുന്ന പ്രവാചക നിഷേധികളായിരുന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് അബൂജഹൽ, മറ്റൊന്ന് അബൂലഹബ്. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്തിരുന്നവരാണ്. രണ്ടുപേരും പൊന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നവരാണ്. രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചിരുന്നവരാണ്. പക്ഷേ രണ്ടിൽ ഒരാൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ നബി തങ്ങളോടൊരു ബഹുമാനമുണ്ടായിരുന്നു. അതാർക്കാണ്? എന്തായാലും നിങ്ങൾ അബൂജഹലിന്റെ പേര് പറയൂല, എനിക്കറിയാം. പക്ഷേ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നത് അബൂജഹലിനായിരുന്നു. യഥാർത്ഥം അതുകൊണ്ട് രണ്ടുപേരുടെയും മരണം ഈ സമുദായത്തിന്റെ മുന്നിൽ നിരത്തിവെച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതം. ഒന്നാമത്തെ അബൂലഹബിന്റെ മരണത്തെ കുറിച്ച് ഞാൻ പറയാം. തബ്ബത്തിയദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പൊന്നാര നബി തങ്ങൾ അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രഥമ കവാടം തുറന്നുകൊണ്ട് പ്രബോധനം ആരംഭിച്ചപ്പോൾ അള്ളാന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് തബ്ബല്ലക്കയാ മുഹമ്മദ്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന് അബൂലഹബ് വിരൽ ചൂണ്ടിയിട്ട് പരിശുദ്ധ പ്രവാചകന്റെ പുണ്യഭൂമുഖത്തിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തിയപ്പോ പ്രപഞ്ചം പോലും പൊട്ടിക്കറിഞ്ഞ പോലെ പർവ്വതങ്ങൾ പോലും വല്ലാതെ വിരമിച്ചു പോയ, പ്രപഞ്ചത്തിൽ പറന്നു പോകുന്ന പറവകൾ പോലും വല്ലാതെ കിടുങ്ങിപ്പോലെ പ്രകമ്പനമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് സർവ്വവിനാശമെന്ന് പറഞ്ഞ അബൂലഹബിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ തബ്ബത്തിയദാ അബീ ലഹബിൻ വതബ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പരിശുദ്ധ മുഖം നോക്കിയിട്ട് അങ്ങ് നശിച്ചു പോകുമെന്ന് പറഞ്ഞ അബൂലഹബിന്റെ കരങ്ങളാ നശിച്ചു പോയ നബിയേ, മാഅനാ അൻഹു മാലുഹു വമാ കസബ്. ഒരൽപ്പം പോലും അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ സ്വത്തിനും അവന്റെ പവറിനും അവന്റെ സൗന്ദര്യത്തിനും അവന്റെ സൗഭാഗ്യത്തിനും അവന്റെ സംവിധാനങ്ങൾക്കും സാധിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്തെങ്കിലും ഒരു ആരാവ് ഞാൻ അബൂലഹബിനെ നശിപ്പിച്ചിരിക്കുന്ന നബിയെ, അവന് കൊടുത്ത ആരാവിൽ നിന്ന് രക്ഷ നേടാൻ അബൂലഹബ് ലോകത്ത് സമ്പാദിച്ചു വെച്ച ഒന്നിനും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞു. എന്നിട്ടും അബൂലഹബിന് ഒരു പ്രശ്നമുണ്ടായില്ല. 10 കൊല്ലം വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല.
ഒരു തകരാറും ഉണ്ടായില്ല. വളരെ സന്തോഷമായിട്ട് ജീവിച്ചപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ ചിലർ വന്നിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോട് പറഞ്ഞു അത്രേ, നിങ്ങളുടെ പ്രവാചകൻ അബൂലഹബിന് നാശമാണെന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ പ്രവാചകനും നിങ്ങളും കൈകൊട്ടിയല്ലോ. എന്നിട്ട് നമ്മുടെ അബൂലഹബിന് ഇതുവരെ ഒരു പോറലും വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മുഹമ്മദ് നബിക്കോ കല്ലേറ് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ മുഹമ്മദ് നബിക്കോ പരിഹാസം കിട്ടുന്നുണ്ട്, നിങ്ങളുടെ മുഹമ്മദ് നബിക്കോ കുറ്റപ്പെടുത്തലും അതുപോലെ ആക്ഷേപങ്ങളും നിങ്ങളുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ അബൂലഹബിന് യാതൊരുവിധ തകരാറും യാതൊരുവിധ പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഖുർആൻ സത്യമല്ല എന്ന് പറഞ്ഞു. ഈ സമയത്തും അബൂലഹബ് പറഞ്ഞു, മക്കളെ നിങ്ങൾ അവിടെ പോയി ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ സംശയമൊന്നുമില്ല. എപ്പോഴാണെങ്കിലും കിട്ടും, അത് ഇച്ചിരി വൈകിയാണെങ്കിലും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടോ ഉറപ്പായിട്ടും കിട്ടും എന്ന് അബൂലഹബ് പറഞ്ഞു. അവസാനം അബൂലഹബിന് കിട്ടിയത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂലിനെ എതിർക്കുന്നവർക്ക്, ലോകത്തിന്റെ നായകന് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർക്ക് പണത്തിന് കുറവുണ്ടാവില്ല. പള്ളിയെക്കാളും വലിയ കൊട്ടാരമുണ്ടാകും, പണ്ഡിതന്മാര് സഞ്ചരിക്കുന്നതിനേക്കാളും വില കൂടിയ വാഹനങ്ങളുണ്ടാകും, എല്ലാ നിലയിലുമുള്ള ഉന്നതിയും പവറും അവർക്കുണ്ടാകും. പക്ഷേ അല്ലാഹു പടച്ചതമ്പുര എല്ലാ അദാബും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോ അബൂലഹബിന് പടച്ചറപ്പ് കൊടുത്തതുപോലെ തബ്ബത്തിയദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബ് നശിച്ചുപോയി എന്ന് ഖുർആൻ പറഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അബൂലഹബിന്റെ ശരീരത്തിൽ പനി പടർന്നു പിടിക്കുകയാ. ആ പനിയനാഥന്റെ ശരീരത്തിൽ മുഴുവൻ രോഗങ്ങൾ ഒഴിഞ്ഞു പോകുന്ന തരത്തിലേക്ക് വല്ലാതെ വേദനിപ്പിക്കുകയാ. എന്നിട്ട് അബൂലഹബിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് പൊട്ടുകയാ. ജനങ്ങൾ വെറുതു പോകുന്ന തരത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന ജനങ്ങളുടെ അംഗീകാരം ഉണ്ടായിരുന്ന മനുഷ്യനില്ലേ, ആ മനുഷ്യന്റെ ശരീരവിതാ വൃത്തിഹീനമായി ചീന്തലം പൊട്ടിയൊഴുകി ദുർഗന്ധം സഹിക്കാനാകാതെ ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോ അവസാനമതാ ആ നാട്ടിലുള്ള ചുമട്ടുതൊഴിലാളികൾ അബൂലഹബിന്റെ ശരീരവരാ ഒരു വലിയ ചാക്കുപോലെയുള്ള സാധനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോവുകയാ. എവിടെയാണ് കൊണ്ടുപോകുന്നതെന്നറിയോ? അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെയാണോ നിന്നത് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയാ. അല്ലാഹുവിന്റെ ഹബീബിനെ പരിഹസിക്കുന്നവര്, പൊന്നാര നബിതങ്ങളെ കുറ്റപ്പെടുത്തുന്നവര്, ലോകത്തിന്റെ നായകനെ കളിയാക്കുന്നവര്, പണവും പവറും കൂടുമ്പോ ദാടി മാത്രം മതിയെന്ന് പറഞ്ഞ് ലോകത്തിന്റെ നായകനെ പിച്ചു ചീന്താൻ അൽത്തിറങ്ങി നടക്കുന്നവര്, ഇപ്പൊ സുഖമുണ്ടാകും, ഇപ്പൊ സന്തോഷമുണ്ടാകും, ഇപ്പൊ രസമുണ്ടാകും, ഇപ്പൊ നിന്റെ വീട്ടിന്റെ അകത്ത് 3 നേരവും ചിലപ്പോ മട്ടൻ ബിരിയാണിയായിരിക്കും. പക്ഷെ അല്ലാഹു തരാനുള്ളത് ഇങ്ങോട്ട് ഒരുമിച്ച് തരുമ്പോ അബൂലഹബിന് കൊടുത്തതിനേക്കാൾ ഭയാനകരമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിന്യനായി നീചനായി ചത്തൊടുങ്ങിപ്പോയി അബൂലഹബ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കളിക്കുന്നവർക്ക് ഇതാണ് പണി. ഇന്നലെ തലശ്ശേരി പാനൂര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വാള്. പാനൂര് എന്ന് കേൾക്കുമ്പോ തന്നെ അറിയാം, ബോംബുണ്ടാക്കാനാണ് ആദ്യം കുഞ്ഞു മക്കൾക്ക് രക്ഷകർത്താക്കൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം കുപ്പിപ്പാല് കുടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ താത്തമാര്. കാരണം സീരിയൽ കാണാൻ നേരമില്ലാത്തതുകൊണ്ട് മറ്റൊന്നും കൊടുക്കാൻ നേരം കിട്ടൂല. അതുകൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് ആദ്യം എങ്ങനെയാ ബോംബ് ഉണ്ടാക്കേണ്ടത്. കുഞ്ഞു മക്കൾ പോലും അങ്ങനെയാ. സർവ്വമതത്തിലും അങ്ങനെ തന്നെ, മുസ്ലിങ്ങളല്ല എല്ലാവരും അങ്ങനെ തന്നെ. കാരണം അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇച്ചിരി അതൊക്കെ അറിയണമെന്നാണ് എന്നോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞു. വല്ലാത്ത അന്തരീക്ഷമാണ്. ഏതായാലും ഇവിടെ എത്തിയത് വല്ലാത്ത കറാമത്തെന്ന് തന്നെ പറയാം. ഏതോ ഒരു അതിന്റെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഭക്ഷണമൊക്കെ നല്ല ഉഷാറ. ഭക്ഷണം പോലും ബോംബിന്റെ മോഡല്ല. അതിനെ ബോംബ് പത്തിരി അങ്ങനെ വരാത്തിരിയുണ്ട്. പിന്നെ ഇന്ന് ഒരു വീട്ടിൽ നിന്ന് കഴിച്ചതാ രാവിലെ. ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചു പറഞ്ഞു ഇത് മുട്ടമാല എന്ന്. ഞാൻ പറഞ്ഞു മൊഹീദീൻ മാല, റിവായി മാല, നബി സത്യമാല. മുട്ടമാല ആദ്യമായിട്ടാ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ടമാല മൊഹീദീൻ മാല ഓതി വെള്ളം കുടിച്ചിട്ടുണ്ട്, പക്ഷേ മുട്ടമാല കഴിക്കണം ആദ്യമായിട്ടാ. മുട്ടയുടെ ആ അകത്തിരിക്കുന്ന മഞ്ഞക്കരു കൊണ്ട് എന്തൊക്കെ കോലമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിക്ക് കഷ്ടപ്പെട്ടാണ് അവിടുത്തെ സഹോദരിമാര് ഭക്ഷണം ഉണ്ടാക്കുക. നമ്മുടെ ഇത്തമാര് ഒരു ദോശക്ക് ഒരു ചപ്പാത്തി കഴിഞ്ഞു കഴിച്ചോണ്ട് ഉപ്പ കഴിച്ചോണ്ട് എല്ലാം കഴിച്ചു. അപ്പൊ അവിടെ പരിപാടി നടത്തുമ്പോ പരിപാടി സംഘടിപ്പിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ. പള്ളിയുടെ മുറ്റത്ത് ഇത്രയും വിശാലമായ ഒരു മൈതാനം ഇതിന്റെ പകുതിയുള്ളൂ ആ സ്ഥലം. അപ്പോ ഒരു പുത്തൻവാദിയാണ് അതിന്റെ അടുത്ത് താമസിക്കുക. അവരടുത്ത് എവര് എന്നിട്ട് ചോദിച്ചു, ഉമ്മ
ഇവിടെ സ്ത്രീകളെ ഇരുത്തട്ടെ എന്ന് ചോദിച്ചു. ഉമ്മ ആണെങ്കിൽ ശരിക്കും വൈദ്യമാലയൊക്കെ പാടുന്ന സുന്നി ഉമ്മ പറഞ്ഞു ഇരുത്തിക്കോ മക്കളെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മായും മോനും ഒക്കെ വിചാരിച്ചെന്താ 10-15 സ്ത്രീകൾ കണ്ണൂരിൽ എവിടെന്നെങ്കിലും വരുമായിരിക്കും എന്ന് വിചാരിച്ചത്. 7 മണിയാകുമ്പോ വീട് കാണാൻ പറ്റാത്ത തരത്തിൽ താത്തമാര് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആവാവോ പാട്ട് പാടലും ഉറക്കൂ. ദൂരെ നിന്നൊക്കെ വണ്ടി വിളിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൊക്കെ നേരത്തെ വന്നു. വഅലങ്ങോട്ട് തുടങ്ങി. പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോ ആ വീട്ടിലുള്ള പുത്തന്മാരിക്ക് സഹിച്ചില്ല. അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീടിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ആയിരക്കണക്കായ സ്ത്രീകളോട് പറഞ്ഞു, ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് മാറണം, എന്റെ വീടിന്റെ നടയിൽ നിന്ന് പ്രസംഗിക്കാൻ പറ്റൂല. ആകെ പ്രശ്നമായി. എന്ത് ചെയ്തു? പതുക്കെ സ്ത്രീകൾ അവിടെ നിന്ന് മാറ്റി. അതിനിടയിൽ ബഹളം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് കരുതി, അല്ലാഹ് പാനൂരെന്ന് ഡയറി എഴുതിയിട്ടിരുന്നപ്പോഴേ പെണ്ണുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞതാ, ഇത് വേണോ എന്ന് ചോദിച്ചതാ. പക്ഷെ ഞാൻ വേണം എന്ന് പറഞ്ഞു. പിന്നീട് സ്റ്റേജിൽ നിന്നാലും വല്ലാതെ ആലോചിച്ചതാ, ഇന്നലെ ഇതേ സമയത്ത് വരും. ഇന്നലെ ഈ സമയത്ത് തയ്യാറായി, 7 മണിക്ക് തുടങ്ങിയത്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വല്ലാത്ത സങ്കടമായി. പക്ഷെ എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ, ലോകത്തിന്റെ നായകനെ കുറിച്ച് പറഞ്ഞപ്പോ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ ആ വീട്ടുകാരുടെ മുഖത്ത് നോക്കി പറഞ്ഞെന്തെന്നറിയോ? ഇനി ഒരു കാര്യത്തിനും വല്ലാഹി നീയൊക്കെ നാരിയത്തു സ്വലാത്ത് ചെല്ലുന്നത് വരെ ഇനി ഒരു കാര്യത്തിനും ഈ വീട്ടുപടിക്കൽ റൂഹ് പോകാൻ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും വരൂല എന്ന് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട് വിട്ട് പുറത്തിറങ്ങി മതിലിന്റെ മുകളിലും മരത്തിന്റെ ചോട്ടിലും ഒക്കെ പോയിരുന്നു അത് കേട്ടത്. അവളോർത്ത് നോക്കി, സഹിക്കാൻ പറ്റൂല. അതിരുകളില്ലാത്ത പ്രവാചക സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കാണുന്നവർക്ക് സഹിക്കാൻ കഴിയും. ലോകത്ത് നോട്ടീസും പോസ്റ്ററും അടിച്ചുകൊണ്ട് നടക്കുന്ന പുത്തൻവാദികൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സരസ് കണ്ടാൽ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും കൂടുതലുള്ളത് രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാണ്. ഗാനമേളയ്ക്ക് പോകാനുള്ള ആവേശത്തെക്കാൾ, സിനിമയ്ക്ക് പോകാനുള്ള ആവേശത്തെക്കാൾ, ലോകത്തുള്ള സർവ ആഭാസങ്ങൾക്ക് കുടിപിടിക്കാൻ പോകുന്ന ആവേശത്തെക്കാൾ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന പരിശുദ്ധ സലാത്തിന്റെ പതാകയും നെഞ്ചത്തിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഓടിയെത്തി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കണ്ടാൽ പാലക്കാട് ജില്ലയിലെ ഏത് പുത്തൻവാദിക്കാണ് സഹിക്കാൻ പറ്റുന്നത്? എന്നാൽ കേട്ടോ, ഇവിടെ നിലനിൽക്കുന്നത് നിന്റെ കഴുപ്പുറക്കാരുള്ള പ്രവാചക പ്രേമത്തിന്റെ വീര്യമുള്ള പ്രവാചക സ്നേഹത്തിന്റെ ആണിക്കല്ലുകളുമായിട്ടാണ്. അല്ലാഹു അതിനെ ഒരുമിച്ച് കൂടിയ നമുക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. അബൂലഹബ് നശിച്ചുപോയതിന്റെ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാണ്ട് പരിഗണിച്ചതുകൊണ്ടാണ്. പക്ഷെ അബൂജഹല് കാഫിറാണ്, നബി തങ്ങളെ എതിർത്തൊക്കെ ശരിയാ. പക്ഷെ അബൂലഹബിനെ പോലെ നശിച്ചിട്ടല്ല അബൂജഹല് മരിച്ചത്. അബൂലഹബിനെ പോലെ നശിച്ചല്ല മരിച്ചത്. പിന്നെങ്ങനെ മരിച്ചത്? അപ്പൊ അബൂലഹബ് അങ്ങനെയാണ് നശിച്ചത്, എന്നാൽ അബൂജഹൽ അങ്ങനെയല്ല. അബൂജഹൽ പിന്നെ എങ്ങനെ? അബൂജഹല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും തലയിൽ മുണ്ടിട്ട് ആരും കാണാതെ അള്ളാന്റെ ഹബീബിന്റെ സഹാബത്ത് ഓതുന്ന ഖുർആൻ കേട്ടിരുന്നു രാത്രിയിൽ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബഹുമാനം. അബൂലഹബിന് ആകെ പ്രവാചകനോട് എതിരുണ്ടായത് അസൂയ കൊണ്ടാണ്. എനിക്ക് കിട്ടാത്തതൊക്കെ അവന് കിട്ടിയതാണ്. അങ്ങനെ പറഞ്ഞു. ൊത്തൊരുമിത്തവർ പാടി അനാഥയാലിവനാണോ നബിയായി വന്നോ? ധനവും പ്രതാപവും നമ്മളിലാണേ, രാജാക്കൾ ഞങ്ങളിൽ പെട്ടവരാണേ, നേതാക്കൾ ഞങ്ങളിൽ ഉള്ളവരാണേ. എന്നീട്ടി എത്തിമായോ നബിയായി വന്നോ? ഇപ്പോൾ ഈ മിസ്കീനായോ നബിയായി വന്നോ? അബൂജഹൽ പറഞ്ഞ ഞാനാണ് നബിയാവേണ്ടത്, ഞാനാണ് അധികാരമുള്ളവൻ, ഞാനാണ് കുടുംബബലമുള്ളവർ, ഞാനാണ് ആൽബലമുള്ളവൻ. അതുകൊണ്ട് സർവ്വവിധത്തിലും എല്ലാം കൊണ്ടും പ്രവാചകനാകാൻ അനുഗ്രഹീതൻ ഞാനാണ്. അതുകൊണ്ട് മുഹമ്മദ് പ്രവാചകനാണെന്ന് അംഗീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ രംഗത്ത് വന്നെങ്കിൽ അബൂജഹലിന്റെ ഉള്ളിന്റെ ഉള്ളില് അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു നേരിയ ബഹുമാനമുള്ളത് കൊണ്ട് അബൂലഹബ് ചീഞ്ഞളിഞ്ഞ് നശിച്ചതുപോലെ അബൂജഹൽ നശിച്ചില്ല. എന്തുകൊണ്ടെന്നറിയോ? ഖൽബിന്റെ ഉള്ളിൽ ഒരംശമെങ്കിലും ലോകത്തിന്റെ നായകനോടൊരു മമതയുള്ളത് കൊണ്ട്, താല്പര്യമുള്ളത് കൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാ അവന് യുദ്ധത്തിന്റെ രണാകരത്തിൽ ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര് വെട്ടിയരിഞ്ഞിട്ടാണ് ചത്തൊടുങ്ങിയതെങ്കിലും ആ ചത്ത് കിടക്കുന്നത് കാണാനൊരു ഭംഗിയുണ്ടായിരുന്നു അത്രേ.
അബൂജഹല് അങ്ങനെയാണ് ചത്തുപോയതെങ്കിലും ആ കിടക്കുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട്. എന്താ കാരണം? ബദറിന്റെ രണാങ്കണം നമുക്കറിയാം. മുആദും മുഅബ്ബിദും റളിയല്ലാഹു തആല അൻഹുമാ, അവർ രണ്ടുപേരും അബൂജഹലിന്റെ തല വെട്ടിയെടുക്കാൻ, പൊന്നാര നബി തങ്ങളെ കുറ്റപ്പെടുത്തുന്നവരെവിടെ, പരിഹസിക്കുന്ന അബൂജഹലെവിടെ, അവന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ് ഓടി വന്ന് അവസാനം അബൂജഹലിന്റെ തലവെട്ടാനൊരുങ്ങുമ്പോൾ അബൂജഹൽ പറഞ്ഞു അത്രേ, മക്കളെ, എന്റെ തല കഴുത്തിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറക്കി നിങ്ങൾ വെട്ടണം. മുഹമ്മദ് നബിക്ക് കൊണ്ട് വെച്ചു കൊടുക്കുമ്പോ അഭിമാനത്തോടു കൂടിയാണ് അബൂജഹൽ ചത്തതെന്ന് മുഹമ്മദ് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് താഴെ വെച്ച് വെട്ടാൻ പറഞ്ഞു അത്രേ. അഹങ്കാരം നോക്കണം മരിക്കാൻ കിടക്കുമ്പോൾ. എന്നാലും അബൂജഹലിന് അങ്ങനെയുള്ള ഒരു മരണം തന്നെ അള്ള കൊടുത്തു. അവന്റെ ശരീരത്തിന്റെ ഈ ഭാഗം കുറച്ചു വെച്ചിട്ടാണ് തലയുടെ ഭാഗം വെട്ടിയത്. അതുകൊണ്ട് വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ അബൂജഹൽ പറഞ്ഞു അത്രേ. ഈ രണ്ട് സംഭവത്തിൽ നിന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ചെറിയ സ്നേഹമെങ്കിലും ഉള്ളിലുള്ളവർക്ക് പ്രപഞ്ചത്തിന്റെ ഒരു ബഹുമാനവും ഒരു ആദരവും അല്ലാഹു തരുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണ്. ഈ നാട്ടിലുള്ള കാഫിറുകൾ പോലും, ഹൈന്ദവര് പോലും, ക്രൈസ്തവര് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനോട് മമത കാണിക്കുമ്പോൾ വിശ്വാസികളായ മുഹമ്മദ് അലി എന്ന് പേരിട്ടിരിക്കുന്ന, മുഹമ്മദ് സൽമാൻ എന്ന് പേരിട്ടിരിക്കുന്ന, മുഹമ്മദ് യൂസുഫ് എന്ന് പേരിട്ടിരിക്കുന്ന, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് ചേർത്തുകൊണ്ട് മനോഹരമായ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ ഉള്ളില് ആരും പ്രവാചകന് കൊടുക്കാത്ത ഏറ്റവും വലിയ സ്നേഹം കൊടുക്കാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സുവെക്കണേ. അതുകൊണ്ട് ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതാരാ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടതാരാ? അല്ലാഹു ജല്ല ജലാലായ പടച്ചതമ്പുരാനാണ് ഒന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടത്. ഏറ്റവും അധികം ഒന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവാണ്. കാരണം എന്താ? ഖുർആൻ പറയുന്നു, വറഫഅനാ ലക ദിക്റക, നബിയേ, അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്നു. നബിയേ, വറഫഅനാ ലക ദിക്റക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു പടച്ചതമ്പുരാൻ പറയാം. എന്ന് പറഞ്ഞാൽ എവിടെയും ഇപ്പോൾ വേങ്ങയിൽ ഇശാഇന്റെ ബാങ്ക് കേട്ട് കഴിയുമ്പോ അടുത്ത സ്ഥലത്ത് ഇശാഇന്റെ ബാങ്ക് തുടങ്ങുക. ലോകത്തിന്റെ നാനാഭാഗത്തും ഒരു സെക്കൻഡ് മുടങ്ങാതെ ഇങ്ങനെ ബാങ്ക് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ നാട്ടിന്റെ ഇലകൾ പോലും, പച്ചിലകൾ പോലും, പറവകൾ പോലും ആ പേര് കേട്ടുകൊണ്ട് സന്തോഷിക്കുമ്പോ, സലാത്ത് ചൊല്ലുമ്പോ, എന്റെ പ്രിയമുള്ള ഉമ്മ, അല്ലാഹു പറയുന്ന നബിയേ, വറഫഅനാ ലക ദിക്റക, യാ റസൂലല്ലാഹ്, അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്ന നബിയേ, അങ്ങയുടെ നാമം നാം പരത്തിയിരിക്കുന്ന നബിയേ. എവിടെ പോയാൽ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിനോട് താല്പര്യമുണ്ടാക്കിയിരിക്കുന്നു എന്നല്ലാഹു പറയുമ്പോ അതല്ലാഹു പടച്ചതമ്പുരാൻ പുണ്യ നബി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമാണെങ്കിൽ, പള്ളി മിനാരത്തിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കേൾക്കുമ്പോ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, ചെസ് കളിച്ചുകൊണ്ട് പള്ളിയുടെ നടയിൽ തന്നെ ക്യാരം ബോർഡ് കളിച്ചുകൊണ്ട്, എന്തിനേറെ മണ്ണാർക്കാട് വേങ്ങയുടെ പരിസരത്തുള്ള വീടിന്റെ അകത്തളത്ത് ചാനൽ പ്രോഗ്രാമിന്റെ മുന്നിൽ ചടഞ്ഞിരുന്നുകൊണ്ട് സമയം ചിലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പേരിനോടെങ്കിലുമുള്ള ആദരവ് കാണിക്കാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് മനസ്സുണ്ടായിരിക്കണം. അപ്പോ അത് കേൾക്കുമ്പോ, സാധാരണ അത് കേൾക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തലമറക്കലുണ്ടാകുമല്ലോ. ഇന്ന് ഞാന് ട്രെയിനിൽ വരുമ്പോ എന്റെ തൊട്ട് സീറ്റിന്റെ ഫ്രണ്ടിലിരുന്ന ഒരു ഗായികയാണ് രഹിന എന്ന് പറയുന്ന ഗായിക. ചില ചെറുപ്പക്കാരോട് പുസ്തകം കണ്ടായിരുന്നു, പുസ്തകമാണോ എന്തുകൊണ്ട് ഫൈനലിൽ ബട്ടർമാന്റെ ഫൈനൽ എന്താ ചോദിക്കാത്ത സ്ഥലം നമുക്ക് പറഞ്ഞു തന്നെ. രഹന എന്ന് പറയുന്ന ഗായിക. അപ്പൊ കണ്ട ഉടനെ തന്നെ 36 അല്ലെങ്കിൽ തലമറയ്ക്കയുടെ കൂട്ടത്തിലാന്ന് തോന്നുന്നു. ഇങ്ങനെ ശാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മൂടി ഇങ്ങനെ അജ്ജ് കഴിഞ്ഞ് പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നു. വാവാ അങ്ങനെ ഇരുന്നപ്പോ പിന്നെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, സലാമൊക്കെ പറഞ്ഞ് എവിടെ പോയെന്നൊക്കെ ചോദിച്ചു. കാസർഗോഡ് ഷോപ്പ് ഉദ്ഘാടനത്തിന് പോയതാ. കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോഴും നമ്മൾ ആലോചിക്കുക, നമ്മുടെ സഹോദരിമാർക്ക് ഒരു ധാരണയുണ്ട്, ബാങ്ക് കേൾക്കുമ്പോ
ഇവിടെ കിടക്കുന്നിടത്ത് ഇവിടെ ഇടുക, അതോടുകൂടി അള്ളാഹ് മയങ്ങും എന്നാണ് കരുതിയത് അല്ലേ? ചില സഹോദരിമാരുണ്ടല്ലോ, മൊയ്ലാമാരെ കാണുമ്പോൾ മാത്രം സാരി പിടിച്ച് തലയിടും, ബാക്കിയുള്ളതെല്ലാം അങ്ങനെ കേട്ട്. ഇത് വളരെ എന്റെ സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഫുൾ ടൈം എന്തായിരിക്കണം? ശരീരം അള്ളാഹു പടച്ചതമ്പുരാൻ മറയ്ക്കാൻ പറഞ്ഞതിന്, പൊതിയാൻ പറഞ്ഞതിന്, മൂടാൻ പറഞ്ഞതിന് അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ അത് ചില സാഹചര്യങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം എന്റെ സഹോദരിമാർ കാണരുത്. ബാങ്ക് കേൾക്കുമ്പോ തലമറക്കണം. പണ്ടുള്ള കുഞ്ഞുമക്കൾ പോലും ബാങ്ക് കേൾക്കുമ്പോ പറയും, ബാങ്ക് കേൾക്കാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ഷാള് കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരും. നമ്മുടെ ഉമ്മമാര് അത് കേട്ടിട്ട് എന്റെ മോള് ഈമാനുള്ള മോളാകട്ടെ, എന്റെ മോൻ ഈമാനുള്ള മോനാകട്ടെ എന്നൊക്കെ പറയലും പതിവാണ്. അപ്പൊ ബാങ്ക് ഏറ്റവും മധുരമുള്ള ബാങ്ക് എവിടത്തെ ബാങ്കാണ്? എവിടത്തെ ബാങ്കാ? തേങ്ങപ്പള്ളിയില് ഏറ്റവും മധുരമുള്ള ബാങ്ക് മക്കത്താണോ? മക്കത്താണോ മദീനത്താണോ? അത് ചോദിച്ചാ മദീനാണെന്ന് ധൈര്യമായിട്ട് പറയേ. മക്കയിലെ ബാങ്കിനെക്കാളും മദീനത്തെ ബാങ്കിന് മധുരം കൂടാനുള്ള കാരണം, എത്ര മധുരമുള്ള ശബ്ദമുള്ള ഒരു മക്കയിൽ ബാങ്ക് വിളിച്ചാലും, മദീനയിൽ ശബ്ദം കുറഞ്ഞ ആള് ബാങ്ക് വിളിച്ചാലും മദീനത്തെ ബാങ്കിന് മധുരം കൂടാനുള്ള കാരണം എന്തേ? അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ കിടക്കുന്നത്? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധ റൗളാ ശരീഫിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് ആ ബാങ്ക് കേൾക്കാൻ അല്ലാഹു ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ തടിച്ചുകൂടി എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. ന്യൂ ഇയർ ഡിസംബർ 31 രാത്രി സൈനോരയുടെ ഗാനമേള കണ്ട് ഉടുമുണ്ടെറിഞ്ഞ് തലയിൽ കെട്ടി നൃത്തം ചെയ്ത പാലക്കാട്ടുകാരാ, ടോമിയുടെ ഗാനമേള കാണാൻ വണ്ടി പിടിച്ചുകൊണ്ട് 31 രാത്രി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച ചെറുപ്പക്കാരാ, കോടിക്കണക്കിന് സ്വലാത്തുകളിൽ ലോകത്തിന്റെ നായകന്റെ മദീനയുടെ മുമ്പ് പോയി ആ മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങളിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഖൽബിന്റെ തുണിയടിച്ചിട്ടിട്ട് നൃത്തം ചെയ്യുന്ന ഈമാനുള്ള മക്കളായി എന്റെ സമുദായത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്തെ വിളിക്കുന്ന ബാങ്കുണ്ടല്ലോ, അതുകൊണ്ടാണ് സയ്യിദുനാ ബിലാൽ സഹാബത്തിനോട് പറഞ്ഞതില്ല, അള്ളാന്റെ ഹബീബ് ലോകത്തിരുന്ന് വിട പറഞ്ഞതിന് ശേഷം ഇനി ഒരു ബാങ്ക് മദീനക്കകത്തിരുന്ന് വിളിക്കാൻ ഈ ബിലാലിന് കഴിയില്ല. വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പോകും കീനാവുകളും കൊഴിഞ്ഞ് നബിയില്ല ലോകത്തെയോർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത് വേവുന്ന മനസ്സിന്റെ പാപമേറ്റനവധി പോലും കീനാവുകളും കൊഴിഞ്ഞു പോയി. ബിലാൽ റളിയല്ലാഹു തആല നബിതങ്ങളോട് സലാം പറഞ്ഞിട്ട് മടങ്ങിപ്പോകുകയാ. ഇത് കഴിയൂല നബിയേ, അങ്ങനെ കിടക്കുന്ന മദീനയുടെ മുറ്റത്ത് നിന്ന് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയാ ഈ ബിലാലിന് കഴിവില്ല നബിയേ. അത് വിളിച്ചു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബലഹീനനായ ബിലാൽ മറിഞ്ഞു വീഴുമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോലെങ്കില് എന്റെ പ്രിയമുള്ളവരെ അവിടെ പോയി നിന്നുകൊണ്ടാ ബാങ്ക് കേൾക്കാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിന് ഭാഗ്യം ലഭിച്ച ഒരുപാട് പേരുണ്ട്. ഉംറയിൽ അത് പറഞ്ഞപ്പോൾ തേൻ വാങ്ങി ഉംറയ്ക്ക് പോകണമെന്ന് നിയ്യത്ത് പറഞ്ഞ സഹോദരന്റെ ഉംറ ശരിയായിരിക്കുന്നു, അള്ളാഹു കബൂലാക്കി കൊടുക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ളതാണെങ്കിൽ അതൊക്കെ ശരിയാകും, അതിലൊന്നും ഒരു പാടിച്ചകളും വരില്ല. അപ്പൊ അള്ളാഹുവാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. അള്ളാഹ് ചെയ്തതല്ലേ ചില ആൾക്കാർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ മുതൽ തുടങ്ങുന്നത്. അള്ളാഹുവാണ് സ്നേഹിച്ചത്. ഒന്നാമത്തെ ഉദാഹരണം വറഫഅനാ ലക ദിക്റ. രണ്ടാമത്തതോ അള്ളാന്റെ പരിശുദ്ധ ഖുർആനിനകത്ത് 6666 ആയത്തുകളിലൂടെ 25ഓളം പ്രവാചകന്മാരുടെ പേര് അല്ലാഹു പറയുന്നുണ്ട്. ആ പേരിലെല്ലാം യാ മൂസായെ മൂസ നബിയേ, യാ ഈസായെ ഈസാ നബിയേ, യാ യഹ്യാ യാ ഹാറൂൻ യാ ദാവൂദ് യാ ഇബ്രാഹിം എന്ന് ഓരോ പ്രവാചകന്മാരുടെ പേര് അല്ലാഹു
അല്ലാഹു പടച്ചതമ്പുരാ വിളിക്കുമ്പോ യാ ചേർത്തുകൊണ്ടല്ലയോ ഈസാ, അല്ലയോ മൂസാ, അല്ലയോ ദാവൂദ്, അല്ലയോ യഹ്യ എന്നൊക്കെ വിളിച്ച കരുണക്കടലാണ് പടച്ചതമ്പുരാ. ആ ഖുർആനിന്റെ ആയത്തുകളുടെ ഒരു ഭാഗത്ത് പോലും യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് അല്ലാഹു പടച്ചതമ്പുരാൻ വിളിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ ശരീഫിന്റെ അകത്ത് യാ മൂസ, യാ ഈസ, യാ ഇബ്രാഹിം, യാ യഹ്യ, യാ ദാവൂദ് എന്നൊക്കെ വിളിച്ചു. പക്ഷേ അവിടെ യാ മുഹമ്മദ് എന്ന് അള്ളാഹു വിളിച്ചില്ല. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ മുഹമ്മദ് എന്ന് പേര് വിളിച്ചുകൊണ്ട് ഒരു അനാദരവിന്റെ ചെറിയ ഒരു ഭാഗം പോലും അള്ളാഹു പടച്ചതമ്പുരാ പ്രകടിപ്പിച്ചില്ല. അതിനു പകരമായി ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പർദീസ ഖുർആനിന്റെ അകത്ത് തീർത്തുകൊണ്ട് യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹൽ മുദ്ദസ്സിർ യാ അയ്യുഹൽ മുസമ്മിൽ എന്ന മനോഹരമായ പ്രവാചകന്റെ പേര് ചേർത്തുകൊണ്ട് ബഹുമാനമുള്ള വാക്കുകളെ ചേർത്ത് അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുമ്പോ രണ്ടാമത് അല്ലാഹു പ്രവാചകനെ സ്നേഹിച്ചു എന്നതിന്റെ ഉദാഹരണം അതാണ്. മൂന്നാമതോ അല്ലാഹു പടച്ചതമ്പുരാ ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു എന്നതിന്റെ ഇതിനപ്പുറം ഒരു ഉദാഹരണം പറയാനില്ലാത്ത ഏറ്റവും വലിയ ഉദാഹരണം ഇസ്രാ മിഅ്റാജുമാണ്. ഒരാൾ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ചോദിക്കൂലേ ഇനി എന്നാണ് ഒന്ന് കാണുക ചോദിക്കും. ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോ എന്നെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരും മുസാഫുദ്ദീൻ പറയും ഇനി എന്നാ ഉസ്താദെ പാലക്കാട് ജില്ലയിലെ പരിപാടി എന്ന് ചോദിക്കണ പോലെ വെറുതെ ഒരു സ്കൂള് വന്നു, സ്കൂള് വന്നല്ലേ ആരാന്നറിയാൻ വേണ്ടി തിരിച്ചു വിളിച്ചപ്പോ നല്ലൊരു പെൺകുട്ടിയാണ്. എവിടാണ്? വേങ്ങയിലാണോ? വേങ്ങയിലൂടെ അങ്ങനെ ചോദിച്ച് ഇടിച്ചു കയറി കമ്പനിയായി. അവസാനം ആ മധുരമുള്ള ശബ്ദത്തെ താലോലിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം നാളെ 10 മണിക്ക് വിളിക്കുവോ, നാളെ 9:30 വിളിക്കുവോ, ഉമ്മ വീട്ടിലത് വിളിക്കുവോ, പിന്നെ വിളിക്കുവോ, അങ്ങനെ ചോദിച്ചു വിളിച്ച് മെസ്സേജുകളും മിസ് കോളുകളും വിളിയുമായി അവസാനം സ്നേഹം ഇങ്ങനെ മൂർധന്യതയിലെത്തിയപ്പോൾ അവൻ ചോദിക്കുന്നു ഇനി എന്നാണെന്ന് കാണുക. ഏറ്റവും വലിയ സ്നേഹം നേരിട്ട് ഒന്ന് കാണാൻ, അനുഭവിക്കാൻ. അതുകൊണ്ടല്ലേ സ്വലാത്തിന്റെ സ്വലാത്തുള്ള സലാമുള്ള എന്ന പിന്നെ ബൈത്ത് പോലും മാറ്റിവെച്ചിട്ട് ഇപ്പൊ ഫർസാന എന്നെ മറന്നോ നെഞ്ചകം വിട്ട് പറന്നോ യാ നബി. അതാക്കില്ല അള്ളാന്റെ ഹബീബിനെ ഇതിൽ പരം കളിയാക്കാൻ ആൽബം പാട്ടുകാർക്ക് വേറെ ഒന്നും കിട്ടിയില്ല. ഇതേ ഇശല് തന്നെ എടുത്തിട്ടാണ് ഇപ്പോ നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപമ പറയുമ്പോ എന്റെ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് തിരിയുമെന്ന് എനിക്കറിയാം, പെട്ടെന്നത് ബോധ്യമാകും. ഏറ്റവും വലിയ സ്നേഹമുണ്ടാകണമെങ്കിൽ ഒന്ന് കാണണം. ചിലപ്പോ കാണുന്നതോടുകൂടി ഉള്ള സ്നേഹം പൊളിയും. അല്ല ഇതായിരുന്നു ശബ്ദം കേട്ടപ്പോ നമ്മൾ വിചാരിച്ചു ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ തഹിയാത്ത് കാലത്തിൽ ഞാനും നിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന തഹിയാത്ത്. അതിലൂടെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ കണ്ടുപോലെ മിഅ്റാജിന്റെ രാത്രിയെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇസ്രാ മിഅ്റാജ് കള്ളമാണെന്ന് പറയുന്നവരെ, ഇസ്രാ മിഅ്റാജ് സുന്നമാണെന്ന് പറയുന്നവരെ, ഇസ്രാ മിഅ്റാജ് നടന്നിട്ടില്ലെന്ന് പറയുന്നവരെ, മലയാളം പുസ്തകവും അടിച്ചിറക്കിയിട്ട് ദീൻ വളർത്താൻ ദാടിയും തടവി നടത്തുന്നവർക്ക് ഇന്തും പറഞ്ഞ് പ്രചരിപ്പിക്കാം. പക്ഷേ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ഇസ്രായിന്റെ ആയത്ത് വിശദീകരിച്ചാൽ, സൂറത്തിന്റെ നജ്മിന്റെ ആയത്ത് വിശദീകരിച്ചാൽ ആർക്കാണ് പ്രിയമുള്ളവരെ ലോകത്തിന്റെ നാടകന്റെ ഇസ്രായും മിഅ്റാജും നിഷേധിക്കാൻ കഴിയുന്നത്? അതിന് മാത്രം നട്ടലുള്ളവൻ ആരാ? പണം കൂടിയത് കൊണ്ട് അങ്ങനെ പറയാൻ ആർക്കാണ് സാധിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരാരാ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാരാ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉള്ള സമയം പാഴാകയിട്ട് ആൽബത്തിന്റെ പിന്നാലെ സിനിമയ്ക്ക് പിന്നാലെ പോകാറ് ലോകത്തിന്റെ നാടകന്റെ ഇസ്രായേലിനെ കുറിച്ച് പഠിച്ച് തോളത്തിലിട്ടുകൊണ്ട് നിന്റെ കൂടെ നടക്കുന്ന കൂട്ടുകാരില്ലേ? ആദർശം പറയപ്പെടുത്തിയിട്ട് പണം കൂടിയപ്പോ എല്ലാം മറന്നുകൊണ്ട് ആദർശങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്നവരില്ലേ? അവർക്ക് മുന്നിലൂടെ പോയി പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിനെ മദീനത്തേക്ക് എത്തിക്കാൻ സമയം കണ്ടപ്പോഴും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ഏറ്റവും അധികം സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രാ മിഅ്റാജ്. അത്താലി യജിരിന്നൂരി
تخف في شفه رعبا فودع راحته دعني تقدم يا حبيبي لا تخف أبصر تناسي ربك الخير هما صلوا عليه وسلموا تسليما. അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ അല്ലാഹുവിനെ കാണാനുള്ള മഹാഭാഗ്യം ലോകത്തിന്റെ നായകന് മാത്രം അല്ലാഹു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം അല്ലാഹു സ്നേഹിച്ചതിന്റെ ഉദാഹരണം അതാണ്. ഒരുപാട് വിശദീകരിച്ച വിഷയം തീരില്ലെങ്കിലും ഒരു കാര്യം, ഒരു ചരിത്രം നിങ്ങൾക്ക് മുന്നിൽ പറയാം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ദിവസം മനസ്സിന്റെ അകത്ത് വല്ലാത്ത സങ്കടം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയ ഓതുകയാണ്. യാനാറു കുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചിറങ്ങി വന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരിമാരിൽ നിന്ന് ചിലരൊക്കെ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാജിക് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. മുതുകാട് എത്ര പ്രാവശ്യം തീക്കനലിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. മജീഷ്യൻ സാമ്രാട്ട് എത്ര പ്രാവശ്യം കിണറ്റിന്റെ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ശരീരത്തിൽ ഒരു ഉപകരണങ്ങളുമില്ലാതെ വെള്ളം കുടിക്കാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് സഹോദരിമാർ ഓണം ഉണ്ണുന്നത് മുതുകാടിന്റെ കൂടെയാണ്, പെരുന്നാൾ ആഘോഷിക്കുന്നത് മജീഷ്യൻ സാമ്രാജിന്റെ കൂടെയാണ്. എന്തിനേറെ നബിദിനം ഇപ്പൊ വരാൻ പോലെ. നബിദിനം വരുമ്പോ ചാനലുകൾ മത്സരമാണ്. അഫ്സലിന്റെ ഗാനമേള, പിന്നെ മുസ്ലിം ഗായകന്മാരുമായുള്ള അഭിമുഖം, വൈകുന്നേരം സിനിമാ നടന്മാരുടെ കോൽക്കളി, ഇതൊക്കെയാണ് വെക്കുന്നത്. ഇതൊക്കെ വെക്കുമ്പോ സഹോദരിമാർ പറയും, എനിക്ക് സുരേഷ് ഗോപിയുടെ കോൽക്കളി കാണണം. നബിദിനത്തിന്റെ അന്നിത് വരും. എന്തിനാ നിങ്ങൾ പുറത്തേക്ക് പോയി ചെയ്യുന്ന സകല കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിന് മാരകമായ മുറിവേൽപ്പിച്ചുകൊണ്ടത് തരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ കണ്ട് നമ്മൾ മയങ്ങരുത്. നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രേമം കേവലം നമ്മുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന പെട്ടിയുടെ മുന്നിൽ മാത്രം ഒതുക്കി വെക്കാറുള്ളതല്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു സ്നേഹിച്ചതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ലോകത്തിന്റെ നായകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോർത്തുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാ. ഇബ്രാഹിം നബി ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ അല്ലാഹുവേ اللهم لا تمتني حتى أرى من أمة محمد صلى الله عليه وسلم من فعل به كما فعل إبراهيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ ഇബ്രാഹിം നബിയെക്കാളും എന്റെ ഹബീബിനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ എങ്കിൽ അല്ലാഹുവേ ഹബീബിന്റെ സമുദായത്തിൽ ഏതെങ്കിലും ഒരു സഹാബി ഇതുപോലെ വലിയ തീക്കുണ്ടാരത്തിൽ നിന്ന് പ്രവാചക പ്രേമം കൊണ്ട് രക്ഷപ്പെടുത്തിയതായി ഞാൻ കണ്ടിട്ടല്ലാതെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാഹ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തഅദീയത്ത് പറയാൻ മടി കാണിക്കണ്ട. റളിയല്ലാഹുവിന്റെ ജീവനോടെ ഉണ്ടെങ്കിൽ അറിയാതെ ചൊല്ലിപ്പോകും. അതുകൊണ്ട് ചൊല്ലിക്കോ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു, അല്ലാഹുവേ നബി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവാചക പ്രേമിയായ ഒരാൾ ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ലാതെ എന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്. ദുആ ചെയ്തു. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറയുന്ന പ്രവാചക പ്രേമിയോട് പറഞ്ഞു, തുഉമിൻ ബി വതക്ഫുർ ബി മുഹമ്മദ്. മുഹമ്മദിനെ കൊണ്ട് നീ അവിശ്വസിക്കണം, എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂ മുസ്ലിമുൽ ഖൗലാനി പറഞ്ഞു, ഇല്ല, ലോകത്തിന്റെ നായകനെ കൊണ്ട് അവിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കയ്യുമരാ പുറകിലോട്ട് കെട്ടി, രണ്ട് കാലും പുറകിലോട്ട് കെട്ടി അബൂ മുസ്ലിമുൽ ഖൗലാനിയോട് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകർ പറയുകയാ, ആകാശത്ത് പറന്നു പോകുന്ന പറവകൾ പോലും കത്തിക്കരിഞ്ഞു പോകുന്ന തരത്തിലുള്ള വലിയൊരു തീക്കുണ്ടാരം ഞാൻ ഒരുക്കാൻ പോവുകയാ, എന്നിട്ട് നിന്നെ അതിലേക്ക് വലിച്ചെറിയാൻ പോവുകയാ. അതുകൊണ്ട് പ്രവാചകനെ കൊണ്ട് അവിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി പറയുന്ന അഭിമാനത്തോടെ പറയുകയാ, പൊന്നാന നബിതങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില്, ആ ഇഷ്ടം പ്രകടമാക്കിയതിന്റെ പേരില് ഈ ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിലേക്ക് എന്നെ വലിച്ചെറിയപ്പെട്ടോ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുകയാ എന്ന് പറഞ്ഞിട്ട് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. ഒരുപാട് വിറക് ശേഖരണം നടത്തി തീ ഇങ്ങനെ ദിവസങ്ങളോളം ആളിപ്പടന്നു.
അവസാനം അബൂ മുസ്ലിമുൽ ഖൗലാനിയുടെ ശരീരത്തിന്റെ എല്ല് പറക്കിയെടുക്കാൻ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനില്ലേ, ആളിപ്പറയുന്ന തീക്കുണ്ടാരം കെട്ടുപോയതിനു ശേഷം, അണഞ്ഞു പോയതിനു ശേഷം അതിന്റെ ചാരങ്ങൾക്കിടയിലുള്ള എല്ല് പറക്കാനാണ് കടന്നു ചെല്ലുമ്പോ ഒരുപോലെ കൂടിക്കിടക്കുന്ന ചാരങ്ങൾക്കിടയില് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാ. ലോകത്തിന്റെ നായകനോടുള്ള പ്രേമത്തിന്റെ പേരില് ശരീരത്തിന്റെ ഒരു ലോകത്തിന് പോലും കേടുവന്നിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ തീക്കുണ്ടാരത്തിൽ ദിവസങ്ങളോളം കത്തിപ്പടന്നിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് പോലും കേടുപാട് വന്നിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് കാണുന്നു. ഇതാരാണ് ഈ സംഭവം പറയുന്നത്? ഇമാമുനാ റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീർ കബീറിൽ പറയുന്ന പോലെ ഇബ്നു തൈമിയ്യ എന്ന പുത്തൻവാദികൾ കൈകൊട്ടുന്ന, താലോലിക്കുന്ന, ഓമനിക്കുന്ന, ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന ആ പണ്ഡിതനുണ്ടല്ലോ, തന്റെ അൽ മുഅ്ജിസത്ത് വൽ കറാമ എന്ന കിതാബിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ അല്ലാഹു പടച്ചതമ്പുരാന്റെ ശരീരത്തിന് ഒരു രോമത്തിന് പോലും കേടുവരുത്താതെ സംരക്ഷിച്ചു പോരെങ്കില് ഈ സംഭവമതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുകയാണ്, പൊട്ടിക്കരയുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. എന്തേ കാരണമെന്നല്ലേ? നിന്റെ ഹബീബിനെ ഇബ്രാഹിം നബിയെക്കാൾ നീ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലാഹുവേ, ശരീരത്തിൽ ഒരു കേടുപോട് പോലും വരുത്താറ് ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് പ്രവാചക പ്രേമിയായ ഒരു സഹാബിയെ രക്ഷപ്പെടുത്തണമെന്ന് കണ്ണീരോടെ ദുആ ചെയ്തപ്പോ ആ ദുആ പോലും അല്ലാഹു സ്വീകരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം കണ്ടല്ല. മദീനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, ആമിനാടെ പൊന്നുമോ നബി മുഹമ്മദ് മുസ്തഫ, മസ്ജിദുൻ നബവിയുടെ മണവേ, മണപ്പിന്റെ ഗുണവേ, ഗുണപ്പിന്റെ പരമോന്നതമായ താരകമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഏറ്റവും അധികം നബിയെ തന്നെയാ സ്നേഹിക്കുന്നത് എന്ന് തെളിയിക്കാനാണ്. ഒരു ഉദാഹരണം കൂടി, അള്ളാഹു നബി തങ്ങളെ സ്നേഹിച്ചതിന് ഒരു ഉദാഹരണം. അത് കഴിഞ്ഞ് മലക്കുകളെ സ്നേഹിച്ചതിന്റെ, പ്രവാചകന്മാർ സ്നേഹിച്ചതിന്റെ, പ്രപഞ്ചം സ്നേഹിച്ചതിന്റെ, ആകാശം സ്നേഹിച്ചതിന്റെ, ഭൂമി സ്നേഹിച്ചതിന്റെ, അവസാനം ഞാനും നിങ്ങളും സ്നേഹിക്കുന്നതിന്റെ, അത് പറഞ്ഞ് സ്നേഹത്തിന്റെ കണ്ണീരൊഴുക്കി ഈ 10,000 അൽഹംദുലില്ലാഹ് കണ്ണീരോടുകൂടി സലാത്ത് ചൊല്ലി മസ്ജിദിൻ നബവി മനസ്സിൽ കൽബളക്കി വെച്ച് കണ്ട് ദുആ ചെയ്ത് പിരിയുന്ന വേദി അള്ളാഹു നമ്മുടെ ദുആയിൽ ഉത്തരം തരട്ടെ. അള്ളാഹു സ്നേഹിച്ചതിന്റെ അടുത്ത ഉദാഹരണം എന്താ? പൊന്നാര നബി തങ്ങൾക്ക് കുറച്ചു നാൾ വഹിയിറങ്ങിയില്ല, കുറെ നാൾ വഹിയിറങ്ങിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ സങ്കടത്തിലായി. ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്തേ മുഹമ്മദേ, അള്ളാഹു നിന്നോട് പിണങ്ങിയോ? എന്തേ മുഹമ്മദേ, അള്ളാഹു നിന്നോട് പിണങ്ങിയോ? നിന്റെ ജിബ്രീൽ എന്തേ ഇപ്പൊ വരാത്തെ? മറ്റത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ കുറെ ദിവസങ്ങളായി വഹിയിറങ്ങാത്ത സങ്കടം മനസ്സിന്റെ അകത്ത് പൊട്ടിപ്പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെ നിറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല പ്രിയപ്പെട്ടവരെ. ദീനയുടെ മണവാളന്റെ കണ്ണുകൾ ഞാനോ നിങ്ങളോ കാരണമെന്ന് നിറഞ്ഞുപോയാൽ അത് അല്ലാഹു വെറുക്കുന്നതാ, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. പാലക്കാട് ജില്ലയുടെ മണ്ണാർക്കാട് പരിസരത്തുള്ള വേങ്ങയുടെ ഓരത്തുള്ള എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരെ, പെണ്ണന്മാരെ, പണ്ടുകാലത്ത് വീട്ടിന്റെ അകത്ത് കഷ്ടപ്പാടും ദുഃഖവും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് കഴിയുമായിരുന്നു. ദിക്ർ ചൊല്ലാതെ ഉറങ്ങാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് കഴിയുമായിരുന്നു. ഇന്ന് നേരം പുലർന്നിട്ട് എത്ര സ്വലാത്ത് ചൊല്ലി എന്റെ വേഗയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പെങ്ങള് നുണ പറയാതെ, ഫസാദ് പറയാതെ, പാട്ടുപാടാതെ, കഥ പറയാതെ, തമാശ പറയാതെ, കളിയാക്കാതെ എത്രയോ സമയം ചെലവഴിച്ച മുസ്ലിമേ, പൊന്നാന നബി തങ്ങൾക്ക് കൽബ് കൊടുക്കുന്നോട് പറഞ്ഞാ പോരാ, അത് കൊടുത്ത് കാണിച്ചു കൊടുക്കുന്ന, അത് കാണിച്ചു കൊടുക്കുന്ന ജീവിക്കുന്ന പ്രവാചക പ്രേമിയായി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരണം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞത് അല്ലാഹു പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ല. അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്.
ഒരിക്കലും അല്ലാതെ ഇഷ്ടപ്പെടില്ല. നബിതങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ പണിഷ്മെന്റ് ഉണ്ടാകും. അള്ളാഹു കാക്കട്ടെ. ഒരു പ്രാവശ്യം പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അതുപോലും ഒരു വേദനയില്ലേ, അതൊന്നും അല്ലാഹ് സഹിക്കൂല. കാരണം നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം നമ്മൾ ആ ഹബീബിന്റെ സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതാണ് ഏറ്റവും വലിയ അഭിമാനം. അള്ളാഹു അങ്ങനെ ആക്കി തന്നില്ലേ നമ്മെ. അതുകൊണ്ട് ഒരുപാട് നേട്ടം ഈ ലോകത്തും നാളെ ആഖിറത്തിലും അള്ളാഹു നമുക്ക് തരും. കുറെ നാളുകളായി വഹിയിറങ്ങിയല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കൾ കളിയാക്കിയപ്പോൾ അല്ലാഹു പടച്ചതമ്പുരാൻ പറഞ്ഞു വിടുന്നു ആരെ? ജബൽ ഹിറ ഗുഹ തന്നിൽ ഇരിക്കുമ്പോ ജഗം പ്രഭ പരത്താൻ വഹിയേകിയേ ജഗപരിപാലനത്തിനാകോ ജിബിരിലും ഇറയിൽ വന്നോദിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞു പോയപ്പോ അല്ലാഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു അറിയിച്ചു കൊടുത്ത നബിയേ, അങ്ങ് സങ്കടപ്പെടല്ല നബിയേ, അങ്ങയോട് ആഗ്രഹത്തില്ല നബിയേ, അങ്ങയെ മാറ്റിവെച്ചിട്ടില്ല നബിയേ, അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. ഈ ആയത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് സന്തോഷം കൊടുത്തെങ്കിൽ എന്റെ വേങ്ങയിൽ ഒരുപാട് നൊമ്പരങ്ങളുമായി ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി ഒരുമിച്ചോടിയ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആരെങ്കിലും വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന മനോഹരമായ സൂറത്ത് നിരന്തരം ഓതിയാൽ അവന്റെ മനസ്സിന്റെ നൊമ്പരം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാ, അവന്റെ ടെൻഷൻ അല്ലാഹു നീക്കിക്കൊടുക്കുന്നതാ. കച്ചവടമില്ലാത്തവന്റെ കച്ചവട സ്ഥാപനത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുന്നതാ. രോഗികളുടെ ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് കൊടുക്കുന്നതാ. പകരം വല്ലുഹാ വല്ലൈലി ഇദാ സജാ സൂറത്ത് ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിതങ്ങളുടെ മനസ്സിന്റെ സങ്കടം മാറ്റിക്കൊടുത്ത സൂറത്ത്. നമ്മുടെ മനസ്സിന്റെ സങ്കടം ഉള്ള മാറ്റി എല്ലാവരും ഓതണം. കാരണം നമ്മൾ കാണാതെ ഓതുന്നതും കണ്ടു ഓതുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് എല്ലാവർക്കും കാണാതെ അറിയുന്നുള്ള സൂറത്ത്. പക്ഷെ ആ സൂറത്ത് ഖുർആൻ നിവർത്തി ഒന്ന് ഓതി നോക്കിയേ. ചില ഉമ്മമാരൊക്കെ കുംഫു അല്ലാഹു ഓതുന്ന ഓതുക, കരോട്ട അല്ലാഹു സബദ് എന്ന് പറയാത്ത വാക്ക്. ഇത് ഒരുപാട് തെറ്റുകളുണ്ട്. യാസീൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഓതുന്നത്, വീട്ടിൽ ഓതുന്നവരുണ്ടോന്നറിയില്ല, പക്ഷേ പഴയ കാലത്തൊക്കെ ശരിക്കും കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവരങ്ങനെ ഓതിയിരുന്നില്ല. അവരങ്ങനെ ഓതുമ്പോ അവര് പഴയ കാലത്തൊക്കെ യാസീനിന് മുമ്പ് എന്തോ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. ഈ വബിഹീനസ്തഈൻ എന്ന് പണ്ടുള്ള ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹീനസ്തഈൻ യാസീനുൽ ഖുർആനിലേക്ക് അങ്ങനെയാണ്. പക്ഷെ അത് കേട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ABCD യാസീനുൽ ഖുർആൻ, കാരണം അവര് വിചാരിച്ചില്ല യാസീന്റെ ഇൻഷല്ലെന്നാ. അവർക്കറിയില്ല. അറിഞ്ഞുകൂടാത്ത നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കരുത്, അതിനെ പിന്നെ എടുത്തിട്ട് നമ്മൾ കൊളാക്കാൻ നിൽക്കരുത്. റമദാൻ മാസത്തിലൊക്കെ ചില ആൾക്കാരില്ലേ, റമദാനിന്റെ 3ാമത്തെ 10 മുസല്ലിയിൽ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഇത് പറയുമ്പോഴുണ്ടല്ലോ മുസല്ലിയൊക്കെ പിന്നെ 3 വെള്ളത്തിട്ട് കഴിയാലും ഇത് പോകില്ല. അറിഞ്ഞുകൂടെങ്കിൽ ഉണ്ടായിരുന്നവൻ അള്ളാഹ് പുറത്തേണ്ട പഠിച്ചു എനിക്ക് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. ഇത് അടുത്തിരിക്കണം പറഞ്ഞൊക്കെ വേണ്ടി ചില ആൾക്കാർ അത്തയ്യാത്തിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഇമാം അറിയാൻ വേണ്ടി നമ്മൾ ഓതി തീർന്നത് അറിയാൻ വേണ്ടി ഇമാമും പുറകിൽ നിന്ന് മസീഹ് ദജ്ജാൽ ഇമാമ് പേടിച്ചിട്ട് ആരും മിസ്സിലോട്ട് പെട്ടെന്ന്. കാരണം ഇതെന്തേ നമ്മളിങ്ങനെ പ്രകടമാക്കൽ ആവരുത് നമ്മുടെ അമലുകളൊന്നും. നിങ്ങൾ ഓർത്തു നോക്കി, ഇത് വല്ലുഹ എന്ന സൂറത്ത് നിരന്തരം നമ്മുടെ ജീവിതം സഹോദരിമാരൊക്കെ ശരിക്ക് അൽഹംദുലില്ലാഹ് ഒറ്റ ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുന്നു, ഇത് പഠിക്കണം. വീട്ടിൽ പോയിട്ട് കണ്ടെങ്കിലും ഒന്ന് ഓതി ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാക്കാൻ ആ സൂറത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സൂറത്തിറങ്ങി അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സിന് സമാധാനം കൊടുത്തു പോരെങ്കിൽ, രണ്ടാമത് പ്രിയമുള്ളവരെ മാലാഖമാര് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിന്റെ ഉദാഹരണം ഒന്നാമത്തേത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ
മലക്കുകൾ സലാത്ത് എന്നുള്ളതുകൊണ്ട് നിങ്ങളും ചൊല്ലുക എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. എങ്ങനെയാണ് ചൊല്ലുന്നത് എന്നൊന്ന് വിശദീകരിക്കാൻ നേരമില്ല. റഹ്മത്ത് ചൊരിയുന്നു, മഗ്ഫിറത്ത് കൊടുക്കുന്നു, ഒക്കെ പോട്ടെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നു. ഒന്നാമത്തെ സ്നേഹം അവിടെ മുതൽ തുടങ്ങും. കം അദദുൽ മലായികത്തുൽ മുഅക്കലീന ബിൽ ആദമിയ്യി യാ റസൂലല്ലാഹ്. നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, മനുഷ്യരിൽ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മാലാഖമാരുടെ എണ്ണം എത്രയാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അശ്റത്തും ബില്ലൈലി വഅശ്റത്തും ബിന്നഹാർ. 10 മലക്കുകൾ പകൽ സമയത്ത്, 10 മലക്കുകൾ രാത്രി സമയത്ത് നമ്മളോടൊപ്പമുണ്ട്. എന്റെ വേഗയിൽ വന്നവരെ, ഇന്ന് നിങ്ങളുടെ മാലാഖമാർക്ക് സന്തോഷമാണ്. ലോകത്തിന്റെ നായകനെ കുറിച്ച് പറയുന്ന വിശാലമായ സദസ്സിന്റെ ഒരു ഓരത്ത് പോകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തുകൊണ്ട് പ്രവാചകനോടുള്ള മഹബത്ത് കൊണ്ടിരിക്കുന്നവരെ, നിങ്ങളുടെ കൂടെയുള്ള മലക്കുകൾക്ക് ഇന്ന് വല്ലാത്ത സന്തോഷമാണ്. ഇന്നലെ അവരിൽ പലർക്കും സങ്കടമായിരുന്നു. അടുത്ത ക്ഷേത്രത്തിലെ ഗാനമേള കാണാൻ പോയി. മലക്കൾ പറഞ്ഞടാ, പോണ്ടായിരുന്നടാ ശീത്താനെ, നാളെ നല്ല വാതിൽ നടക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴും ഇവൻ മൈൻഡ് ചെയ്യാതെ പോയിരുന്ന അവസാനം കള്ളുകൊപ്പിയൊക്കെ എടുത്ത് എന്നൊക്കെ എറിഞ്ഞ് ഭയങ്കര പാട്ടും താടിയും ഈ വീട്ടിലില്ല, ഉസ്താദ് മോദിനും പള്ളിയിലില്ല എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസ് എടുത്ത് നൃത്തം ചെയ്ത് ആസ്വദിച്ചു. നമ്മുടെ ചുണ്ടുകൾ എന്തിനെല്ലാം അനങ്ങി. ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് പോരാതെ വീണ്ടും വീണ്ടും വാരി തേച്ച പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ചുണ്ടുകൾ സ്വലാത്തിന് വേണ്ടി അനങ്ങുമ്പോ ആ സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന പദവി വളരെ വലുത്. മലക്കുകൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചുണ്ട് ഒരു 3 പ്രാവശ്യം സ്വലാത്തിന് വേണ്ടി ഒന്ന് അനക്കി നമുക്ക് ദുആ ചെയ്ത് ഇന്നത്തെ ബക്കറ്റ് കളക്ഷന് തുടക്കം വെക്കും. കാരണം എന്താണെന്ന് പറയുക, ഇപ്പൊ തുടങ്ങിയെങ്കിലും 12 മണിക്ക് തീരും. എല്ലാവരുടെ മുന്നിലും കൊണ്ടുവരണ്ടേ. അതുകൊണ്ട് അത് പകുതിയോരും ആയിട്ടില്ല, എന്നാലും അത് ഇടയിൽ നിന്ന് നടന്നോട്ടെ. കാരണം ഇത്രയും ജനങ്ങൾക്ക് മുന്നിൽ ഈ സഹോദരങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ OSFന്റെ കീഴിൽ കാരുണ്യ പ്രവർത്തനങ്ങളാണ് അൽഹംദുലില്ലാഹ് രക്ഷപ്പെടുന്നത്. ശരിക്കും രോഗികൾക്ക്, സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിക്കാനും സഹകരിക്കാനും ഈ ഒരുമിച്ച് കൂടിയ നമ്മൾ ഒരു 50 രൂപ വെച്ച്, ഒരു 10 രൂപ വെച്ച് നമ്മുടെ കയ്യിലുള്ളതിൽ നല്ലത് ഈ കൊണ്ടുവരുന്ന സഹോദരങ്ങളുടെ ബക്കറ്റിലേക്ക് ഇട്ടുകൊടുത്താൽ അൽഹംദുലില്ലാഹ് വേങ്ങയുടെ പരിസരത്ത് നിഷ്പക്ഷമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രിയപ്പെട്ട മക്കളിലൂടെ ഒരു വലിയ സമുദായത്തിന്റെ സ്നേഹമായിരിക്കും ജന്മമെടുക്കാൻ പോവാ. അതിന് സർവ്വമതങ്ങളിൽപ്പെട്ടവരോടും കാരുണ്യത്തോടുകൂടി പെരുമാറിയ ലോകത്തിന്റെ നായകന്റെ മജ്‌ലിസ് തന്നെയാണ് വലുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന, സഹായിക്കുന്ന മുഴുവൻ പേരുടെയും ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് 3 പ്രാവശ്യം നമ്മുടെ ചുണ്ട് മനോഹരമായി സ്വലാത്തിന് വേണ്ടി ഒന്ന് അനക്കിയിട്ട് ബാക്കി ഭാഗത്തേക്ക് വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിന്റെ പേരില് ഇവിടെ ഒരുമിച്ച് കൂടിയ 10,000-കണക്കായ പ്രിയപ്പെട്ട ജനങ്ങള് സല്ലല്ലാഹു അലാ മുഹമ്മദ് പറഞ്ഞ സലാത്ത് ചൊല്ലി ആമീൻ പറയുമ്പോ 10 രൂപ ഇട്ടാലും 100 രൂപ ഇട്ടാലും 50 രൂപ ഇട്ടാലും അല്ലാഹുവേ, അവരുടെ മനസ്സിനെ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. അവർക്ക് മദീനയുടെ ബാങ്ക് കേൾക്കാനുള്ള മഹാഭാഗ്യം, മദീനയുടെ തിരുമുറ്റത്ത് ചെന്ന് നിൽക്കാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പാവപ്പെട്ട ചെറുപ്പക്കാരുണ്ട് റഹ്മാനേ, കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് വിദൂരത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ വീട്ടിൽ നിന്നിറങ്ങിയാലും കണ്ണാർക്കാടെത്താത്ത അത്രത്തോളം വിദൂരത്തിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ല, പ്രവാചക പ്രേമികളാണ്, കൂട്ടുകാരുണ്ടല്ല. അതുകൊണ്ട് അവരുടെ ഈ സ്വലത്ത് നീ വലുതായിട്ട് സ്വീകരിക്കണേയല്ല. കൈക്കിൽ എണ്ണയെടുക്കാൻ പോലും കാശില്ലാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ കാശുമായിട്ട് വന്നവർ, അല്ലാഹുവേ, പട്ടിണി കിടക്കുന്നവർ, രോഗം കൊണ്ട് വലയുന്നവർ, ഉസ്താദേ എനിക്ക് കാഴ്ചയില്ല, എന്റെ കാല് നിറഞ്ഞതാണ്, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് മക്കളില്ല, എന്റെ മക്കൾക്ക് രോഗമാണ് എന്നെല്ലാം പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് ഈ വിശാലമായ വിപുലമായ മജ്‌ലിസിന്റെ ദുആഇന്റെ ഇദാമത്തിന് വേണ്ടി ഓടിയെത്തിയ പാവപ്പെട്ട സഹോദരങ്ങൾ ചെയ്യുന്ന സ്വതക്ക അല്ലാഹുവേ, 1 കോടിക്കണക്കിന് രൂപയുടെ സ്വതക്കയായിട്ട് നീ ഖബൂലാക്കണേ അല്ലാഹ്. സ്വല്ലി അലൻ നബി മുഹമ്മദ്. എല്ലാവരും ഒരാളും കുറക്കണ്ട, കാര്യമായി സുറക്ക ചെയ്തു. അള്ളാഹു പറച്ചതമ്പുരാൻ ഈ ബക്കറ്റിലേക്കിടുന്ന സുറക്ക സ്വീകരിച്ച് ഹബീബിന്റെ മുത്തം നമുക്ക് മദീനത്ത് വെച്ച് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകൾ സ്നേഹിച്ചതിന്റെ 2ാമത്തെ ഉദാഹരണമാണ് ബദർ യുദ്ധം.
ബദർ യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് റമദാൻ 17 മാത്രം പറയാനുള്ള ഒന്നല്ല. ബദർ യുദ്ധം റമദാൻ 17 മാത്രം പറയാനുള്ള ഒന്നല്ല. എല്ലാവരും അത് മനസ്സിലാക്കണം. കാരണം ഇന്ന് ബദർ മൗലൂദും ബദർ മാലയും ഒന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന വസ്തുക്കളല്ല. കാരണം കുറച്ച് കാശ് കൂടിയപ്പോ, കുറച്ച് പവർ കൂടിയപ്പോ അതൊക്കെ മൗലിയാക്കന്മാരുടെ വയറ് നിറയ്ക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുമ്പോൾ, ഒരു സദസ്സിൽ ബദർ മൗലൂദിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ ചോദിച്ചതാ ഒരു സഹോദരൻ എഴുന്നേറ്റ് നിന്ന്, ഉസ്താദേ ബദർ മൗലൂദിനെ കുറിച്ച് ഖുർആൻ എന്ന് പറയുന്നു. അവരെഴുതിട്ട് ചോദിച്ചു. മറുപടി പറയാൻ പെട്ടെന്ന് ചിലപ്പോ ഖുർആനിനകത്ത് ബദർ മൗലൂദ് എന്ന് പറയുന്നു എന്ന് ചോദിക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് മറുപടി കൊടുക്കലല്ല ഭൂഷണം, ആലോചിച്ചിട്ട് കൊടുക്കല. ആലോചിക്കാനുള്ള നേരത്തിന് മുമ്പ് ഒരു ഉപ്പാപ്പ സദസ്സിന് കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും, യവന് മറുപടി ഞാൻ പറയാം. ഇതെന്റെ ഇളയ മോനാണ്, എനിക്ക് മൊത്തം 5 മക്കളാണ്, 4 പേരെയും എന്റെ പെണ്ണുമുള്ള സുഖപ്രസവമായിരുന്നു, യവൻ മാത്രം സിസേറിയനായിരുന്നു. 7ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞു അത്രേ യവന്റെ തല തിരിഞ്ഞു കിടക്കാൻ. അന്ന് തിരിഞ്ഞത് അവസ്ഥ ഇതുവരെ നേരെയായിട്ടില്ല. ആ പിതാവ് പറയുന്ന പുറത്തേക്ക് വന്നാൽ ഒന്നുകിൽ കുഞ്ഞിന് തകരാറ്, ഇല്ലെങ്കിൽ ഉമ്മാക്ക് തകരാറ്, 2-1 ഉറപ്പാണ്. ഞാൻ അങ്ങനെ പള്ളിയുടെ മൗലാരെ മുത്താരിങ്ങളെ വിളിച്ച് വീട്ടില് ബദർ മൗലൂദ് 313 ബദരീങ്ങളുടെ പേര് പറയുന്ന ബദർ മൗലൂദ് നേർച്ചയാക്കിയിട്ടാണ് ബുദ്ധിമുട്ടില്ലാതെ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് അവന്റെ ഉമ്മ പ്രസവിച്ചത്. അവന് ഇനി ബദർ മൗലൂദിന്റെ തെളിവ് മൗലാരി പറയാൻ നിൽക്കണ്ട. ബദർ മൗലൂദിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവ് എന്റെ പൊന്നാരെ പൊന്നുമോനാണ്, അതുകൊണ്ട് വേറൊന്നും പറയില്ല. അസ്സലാമു അലൈക്കും. ആലോചിച്ച് നോക്കി, ഇത് നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് മനസ്സിലാക്കോ? ഒരു പണ്ട് അവന്റെ ഉമ്മ ഗർഭവതിയായിരിക്കുമ്പോ എത്ര പ്രാവശ്യം അല്ലാ തീരുപേരും തുതിയും സോളവാത്തും അതിനാ തുടങ്ങുക അരുൾ ചെയ്ത വേദാന്ത ആലമുടയ ഏകരുളാല്. ഇതൊക്കെ എത്ര തവണ ഓതിയും പാടിയുമാണ് പ്രിയപ്പെട്ട കുഞ്ഞിന്റെ പരിപൂർണമായ ആഫിയത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തതെങ്കിൽ, അങ്ങനെ പിറന്നു വീണ മക്കൾക്ക് ഇന്നതിനോട് പുച്ഛമാണ് പ്രിയപ്പെട്ടവര്. അതിനെ കളിയാക്കലാണ്, അതിനെ പരിഹസിക്കലാണ്. അതിന്റെ രണാഗണത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടാ, മുബിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരക്കണക്കാറ് മാലാഖമാരെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ അതിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ ഞാൻ സഹായിച്ചിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ഇന്ന് ചില ചെറുപ്പക്കാര് പറയുന്നുണ്ടല്ലോ, നമ്മളെയും അല്ലാഹു സഹായിക്കും. ശബരിമലയിൽ പോകുന്നവന്റെ അയ്യപ്പ ഭക്തന്റെ വാഹനത്തിന്റെ ടയറ് കുത്തിപ്പൊളിക്കാ അല്ലാഹു മലക്കുകളെ ഇറക്കുക. മോനെ, നിന്റെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഭാർഗവന്റെയോ പൊന്നപ്പന്റെയോ വേലായുധന്റെയോ വീട് കൊള്ളയടിക്കാ, അവന്റെ ക്ഷേത്രവളപ്പിന് പോകുക അല്ല സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് പാതിരാപ്പ് സുന്നപ്പിന് സ്കരിച്ചിട്ട് അതിനുവേണ്ടി ഒരുങ്ങിയിറങ്ങുന്നവരെ, അതിലിറങ്ങിയ മലക്കുകൾ നിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് കരുതി പോകുന്ന എന്റെ പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാ, ആവശ്യമില്ലാത്തത് നീ പെട്ടുപോവല്ല പൊന്നുപോലെ. എന്തിനാണ് സാധുക്കളാണ് ഹൈന്ദവ മതത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഴിചാരുന്നത്? നിങ്ങൾക്കറിയോ, ഇവിടെ തുടർച്ചയായിട്ട് കുറെ പരിപാടി നടന്നുകൊണ്ടിരുന്നതാ. ഇന്നലത്തെ പരിപാടി സംഘാടകർ മാറ്റിവെച്ചതെന്താ? നിന്റെ പരിസരത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാ, അവിടെ ഗാനമേള നടക്കുകയാ. അതിന്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു പരിപാടി വെച്ചിട്ട് അവർക്കും നിങ്ങൾക്കും ഒരുപാട് ഇടങ്ങേറുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ച് വിശാലമായ മൈതാനി ഇങ്ങനെ ഒഴിച്ചിട്ടിരുന്നു എന്റെ പ്രിയപ്പെട്ടവര്. എന്തിനെന്നറിയോ? മുസ്ലിം ചെറുപ്പക്കാർക്ക് ഗാനമേള കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയല്ല. ചിലര് മനസ്സിലാക്കി അങ്ങനെയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഗാനമേള കാണാൻ പറ്റും. ചിലര് മനസ്സിലാക്കി എങ്ങനെയാ മൗലാന പരിപാടി വെക്കാത്തോണ്ട്. അങ്ങനെ ചിന്തിക്കരുത് പ്രിയമുള്ള സഹോദരങ്ങളെ. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, അങ്ങനെ ഒരു സൗഹാർദ്ദതയുള്ള ഞാനും നിങ്ങളും ബദരീങ്ങളുള്ള സഹായിച്ച മലക്കളിപ്പ് ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പന്റെ ടയർ കുത്തിപ്പൊട്ടിക്കാൻ നിന്നാൽ നിന്റെ ടയർ പാളീസാവുമല്ല കാക്കട്ടെ. ആവശ്യത്തിന് നമ്മുടെ രക്തത്തിളപ്പും ജിഹാദും ഒക്കെ പ്രകടിപ്പിക്കണം. പക്ഷേ അത് ആവശ്യമില്ലാതെ ഏതെങ്കിലും ചായക്കടയുടെ മുമ്പിൽ പടക്കമെറിഞ്ഞുകൊണ്ടാവരുത് എന്ന് വേദനയോടുകൂടി സങ്കടത്തോടുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാലാഖമാരിറങ്ങി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബത്തിനെ ബദറിന്റെ രണാങ്കണത്തിൽ സഹായിച്ചു. ബദർ യുദ്ധത്തിൽ മാത്രമാണോ മലക്കൾ ഇറങ്ങിയത്? ഉഹദ് യുദ്ധത്തിൽ ഇറങ്ങിയില്ല. ഉഹദ് യുദ്ധത്തിലും ഇറങ്ങി ഒരു മലക്കിറങ്ങിയ ചരിത്രം ഹദീസിൽ ഇന്നും കാണാം.
മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ലമാ ഖുതില യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല ഷഹീദായപ്പോൾ, ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല ഷഹീദായി വീണുപോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ വീണ മുസ്അബിനെ റസൂലുള്ള കണ്ടില്ല. ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കളോട് പോരടിക്കുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ കണ്ടത്. ഓടി ചെന്നിട്ട് മുസ്അബിനോട് പൊന്നാന നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടാ, തഖദ്ദം യാ മുസ്അബ്, തഖദ്ദം യാ മുസ്അബ്, ഏ മുസ്അബേ ഒന്ന് വേഗമാകട്ടെ, ഇങ്ങനെ തളർന്നിരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ ആ മുസ്അബ് റളിയല്ലാഹു അൻഹു എന്ന ചുണക്കുട്ടന്റെ പൂർവ്വം പൊന്നാന നബി തങ്ങളുടെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, നബിയേ ലസ്തു ബി മുസ്അബി യാ റസൂലല്ലാഹ്, യാ മുസ്അബ് നബിയേ, യാ മുസ്അബ് നബിയേ, അന മലക്കും ഫീ സൂറത്തി മുസ്അബ്. മുസ്അബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ, മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ ലോകത്തിന്റെ നബിയേ അങ്ങയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള കൊതി കൊണ്ട് വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന മലക്കാണ് നബിയേ, അങ്ങയോട് ചേർന്ന് യുദ്ധം ചെയ്യാനുള്ള കൊതി കൊണ്ട് വാനലോകത്തിൽ നിന്ന് മുസ്അബിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന മലക്കാണ് ഞാനെന്ന് ആ മലക്ക് പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. പ്രവാചകന്മാർ സ്നേഹിച്ചതിന്റെ ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹ് തൗറാത്ത് കൊടുത്തപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അത്ര എനിക്ക് തൗറാത്ത് വേണ്ട. അല്ലാഹ് ചോദിച്ചു, എന്തേ മൂസ വേണ്ടത്? എനിക്ക് നീ മുഹമ്മദിന്, അന്ത്യപ്രവാചകനായ മുഹമ്മദിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിന്റെ ഒരു ചെറിയ സൂറത്തിന്റെ ഒരു ആയത്ത് മാത്രം മതി, എനിക്കല്ലാതെ തൗറാത്ത് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. ആ സമയം അള്ളാഹു പറഞ്ഞു, മൂസാ നബിയെ രണ്ട് പ്രകാശം നൂറൈൻ, രണ്ട് പ്രകാശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സമുദായത്തിനും അല്ലാതെ ഞാൻ കൊടുക്കുകയില്ല. രണ്ട് പ്രകാശം അവർക്ക് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് അള്ളാഹു പടച്ചതമ്പുരാൻ പറഞ്ഞു. മൂസാ നബി ചോദിച്ചു, ആ പ്രകാശം ഏതൊക്കെയാണ്? അള്ളാഹു റഹ്മാനായ പടച്ചതമ്പുരാൻ പറഞ്ഞു, ഒന്ന് ഖുർആനിന്റെ പ്രകാശമാണ്, മറ്റൊന്ന് വനൂറു മറ്റൊന്ന് റമളാന്റെ പ്രകാശമാണ്. ഇത് രണ്ടും നമ്മുടെ സമുദായത്തിന് മാത്രമല്ല തന്നതാണ്, വേറൊരാൾക്കും കൊടുക്കാൻ കഴിയാറ്, വേറൊരു പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുക്കാറ്. ഈ രണ്ട് പ്രകാശവും അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലാഹു നമുക്ക് മാത്രം തന്നതാണ്. അപ്പൊ പ്രവാചകൻ മൂസാ നബി പോലും അല്ലാഹുവിന്റെ ഹബീബിന് ഇറക്കിക്കൊടുത്ത ഖുർആനിന്റെ ഒരു ആയത്ത് കിട്ടാൻ കൊതിച്ചു പോലെങ്കിൽ അല്ലാഹുവിന്റെ കഥ പറഞ്ഞല്ലോ, മാലാഖമാരുടെ കഥ പറഞ്ഞല്ലോ, പ്രവാചകന്റെ കഥ പറഞ്ഞല്ലോ. ഇനി പറയാനുള്ള ആരുടെയാണ്? ഈ സൃഷ്ടാവാന പടച്ചിറമ്പുരാൻ പടച്ച ഈ ലോകത്തിന്റെയാണ്. ഈ ലോകമല്ലാന്റെ ഹബീബിനെ സ്നേഹിച്ചതിന്റെ ഉദാഹരണം നേരം വെളുക്കുന്നത് വരെ പറഞ്ഞാ തീരുവോ? എന്റെ പ്രിയമുള്ളവരെ, മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയേ ഹലഖത്തുൽ അംബാൽ, നബിയേ സ്വത്തെല്ലാം നശിച്ചുപോയി, മഴയില്ല നബിയേ, മഴയില്ല, അതുകൊണ്ട് അവിടുന്ന് മഴയ്ക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കൈ ഉയർത്തിയെന്ന ഹദീസ് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ദുആ ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ രണ്ട് കൈയും ഉയർത്തിയെന്ന എന്ന് ദുആ ചെയ്യുമ്പോ കൈ ഉയർത്തണ്ട, ഉയർത്തിയാൽ ശിർക്കാണ് എന്ന് പറയുന്ന സഹോദരങ്ങൾ, ശിർക്കാണ്. ഈ ശിർക്ക് എന്തെന്ന് ബോധ്യമായിട്ടില്ല ഇതുവരെ. ഒരു നിക്കാഹിന് വേണ്ടി തിരുവനന്തപുരത്ത് വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ പോയതാ. സാധാരണ നിക്കാഹിന് അങ്ങനെ പോകാറില്ല. കാരണം എന്താണെന്നറിയോ? ചെന്നാൽ ഒരു ഇപ്പൊ നമ്മളാരെങ്കിലും പരിചയമുള്ളവർ, ഇപ്പൊ എന്റെ നാട്ടില് അബ്ദുള്ള സഖാബി വന്നാലും ഞാൻ കണ്ട് ഈ സദസ്സിന്റെ ഫ്രണ്ട് ഇരിക്കാൻ ഞാൻ ഉസ്താദ് വരെ ഇവിടെ ഇരിക്കാം, നിങ്ങൾ തന്നെ ഒരു ദുആ ചെയ്യുമെന്ന് പറയും. ഇതുപോലെ എന്നെ പരിചയമുള്ള ഉസ്താദ് വിളിച്ച് ഉസ്താദ് വരെ ഇവിടെ ഇരിക്കുന്നു. എന്നിട്ട് അവര് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ ദുആ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നിക്കാഹ് നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾ കുത്തു ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങനെ പറഞ്ഞാൽ ഇന്നപ്പോ പുതിയാപ്പിളമാര് പിന്നെ സ്ലോ മോഷനിലേ നടക്കൂ. 3-4 ദിവസം അങ്ങനെയാ, പിന്നെ രൂപമൊക്കെ മാറും. അങ്ങനെ ജെയിൻ റോബർട്ട് വരണ പോലെ തേച്ചു മനിക്ക ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പതുക്കെ പുതിയാപ്പിള ഇങ്ങനെ വരികയാണ്. പിന്നെ മറ്റേ സാധനമൊക്കെ എന്താ ഒരു സാധനത്തിന്റെ ഷെർവാനി, പുതിയല്ലാവെന്ന് പറയല്ലേ, ഷെർവാനി എന്നുള്ള സാധനം ഉണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലൊക്കെ. അപ്പൊ സഹോദരി പെണ്ണുങ്ങളൊക്കെ നോക്കിയിട്ട് സ്രാരാക്കാടെ മോൻ പൃഥ്വിരാജിനെ പോലെ ഇരിക്കുക ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് മാത്രം. അവ ഇത് കേൾക്കുകയാണെങ്കിൽ പിന്നെ പുതിയാപ്പിള സ്ലോ മോഷനൊക്കെ നടക്കും. നടന്നു വന്ന് സ്റ്റേജിൽ ഇരുന്നിട്ട് എന്നോട് പറയാം, ഉസ്താദെ ശിർക്കില്ലാത്ത നിക്കാഹ്,
ഞാൻ പറഞ്ഞു, അള്ളാഹുവേ, ഇത് ചോക്ലേറ്റ് ഇല്ലാത്ത ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ പോലെ ആയി. ഷിർക്കില്ലാത്ത നിക്കാ. ഞാൻ ചോദിച്ചു, ഷിർക്കില്ലാത്ത നിക്കാ എന്ന് പറഞ്ഞാൽ എന്താ? അത് വലിയ ദുആ വേണ്ട, ചെറിയ ദുആ. അത് നമ്മൾ കാക്കണം. അത്ര മതി. ഞാൻ ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ ഞാൻ അറിഞ്ഞില്ല ഇവരാ വിളിച്ച ടീം വേറാന്ന് അറിഞ്ഞില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഉസ്താദേ, നീട്ടിപ്പരത്തിയുള്ള വാത് ഇവിടെ വേണം, ഇവിടെ ക്ലാസ് ആണ് ആവശ്യം. നമ്മളിങ്ങനെ ഫാത്തിമ എന്ന് പറയും, ഫാത്തിമ സ്റ്റോപ്പ്, നീട്ടരുത്. അവർക്ക് ഒന്ന് നീളണ കണ്ടു അപ്പോഴേ കുറയ്ക്കാം. അപ്പൊ അങ്ങനെ കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ വാദം തന്നെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം പൈസ ഒന്നും ഞാൻ പിരിച്ചു കൊടുത്തിട്ട് കേട്ടോ. അവർക്ക് ഇവന്മാരാണെന്ന് അറിഞ്ഞപ്പോ പിന്നെ ഞാൻ അതനുസരിച്ച് നിന്നോളൂ. അവരെ കഞ്ഞി കുടിച്ചില്ല, ജീരകമുള്ള കുടിച്ചു. ഇതിൽ പേര് കൊടുത്തു, ജനങ്ങളെ കേൾക്കാൻ വരില്ല പറഞ്ഞു. അപ്പോ അവസാനത്തെ ദിവസത്തിന് മുമ്പ് അവർ പറയും, ഉസ്താദേ, ഇന്ന് കുറച്ച് കവറിനകത്ത് അരിയിട്ട് കൊടുത്താലോ? ഞാൻ പറഞ്ഞു, ശിർക്കല്ലേ, പൈസ കിട്ടാറില്ല, ജനങ്ങൾക്ക് അപ്പൊ കാര്യം കാണാൻ വാപ്പാക്കും മൂന്ന് ഉണ്ടാക്കാന്നാണ് അർത്ഥം, അല്ലേ? ആലോചിച്ച് നോക്കി. ഇതുപോലെ വന്നിട്ട് പറയാ, സാറ് ശിർക്കില്ലാത്ത നിൽക്കുക. ശിർക്കില്ലാത്ത എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയതോ ഇതാണ് ശിർക്കില്ലാത്ത നിക്കാഹ് നമുക്ക് പഠിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ പെണ്ണിന്റെ പിന്നെ മഹലിന്ന് വന്ന മൊയിലാരുണ്ടല്ലോ, കണ്ട പേടിയാണ്. ഇവിടെ അങ്ങനെ മൊയിലാരുന്നില്ല. ഇവിടെ മൊയിലാക്കന്മാരെ കണ്ടാൽ നമുക്ക് വളരെ മനസ്സിന് സന്തോഷം. കണ്ടാ പേടിക്കണ മൊയിലാക്കന്മാരാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ഞെട്ടണം, അങ്ങനെ പേടിക്കണം. എന്റെ പ്രിയമുള്ളത്, അക്കടിപ്പുറ അബൂബക്കർ ഉസ്താദിന്റെ മക്കാമ് സിയാറത്തിനെ അടുത്ത് വളാഞ്ചേരി പരിപാടിക്ക് പോയപ്പോ ഞാൻ അവിടെ കയറിയിരുന്നു. ഇത് മനസ്സിന് വല്ലാത്ത സങ്കടം തന്നുപോയ മക്കാം. ജീവിച്ചിരുന്നപ്പോ എത്ര വിനയം, അതുപോലെ ആ മക്കാമ് കണ്ടാൽ തോന്നും. അങ്ങനെ കിടക്കാം, ഒരു ആഡംബരമില്ലാതെ ഇങ്ങനെ കിടക്കാം. അള്ളാഹു മഹാന്മാരുടെ പുണ്യം നമുക്ക് തരട്ടെ. അവിടെ നിന്ന് മൊയിലാരെന്താ കണ്ടാ പിടിച്ചു, വലിയ പൊടാ താടിയൊക്കെ ഇങ്ങനെ ഇരിക്കാണ്. ഞാൻ പറഞ്ഞു, ദുആ ചെയ്യണ ആള് ഞാനല്ല, മൂപ്പരടുത്ത് പോയപ്പോൾ മൂപ്പനെടുത്ത് പണയൂലേ. ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞരേ, നീ പറയേ. കണ്ടാലറിയാം മൂപ്പർ സൂപ്പർ സുന്യാണ്. കാരണം എന്താണെന്നറിയോ, യവനെ കൊണ്ട് ഇന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ അപ്പം അടക്കും. നിക്കായി ഇറങ്ങി ഒന്നും നടക്കില്ല, മുണ്ടിയില്ല. എന്നിട്ട് ഞാൻ ഈ മൂലാരടുത്ത് പറഞ്ഞു, വന്ന ആള് മറ്റേ ആളെ തട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഉടനെ മുസ്ലിയാര് ദുആ കൂടെ, ഇലാഹമർത്തി കടുവേറ്റങ്ങൾ, ഇലാഹലർത്തി ഭീമാത്തങ്ങൾ, ഇലാഹലർത്തി ആറ്റിങ്കര, ഇലാഹലർത്തി ആറ്റിനകത്ത് എന്ന് പറഞ്ഞു കുറെ അങ്ങോട്ട് എല്ലാ തങ്ങന്മാരെയും വിളിച്ച് മൂപ്പരടക്കുന്ന സ്ഥലത്തിന് വരെ ബാധ്യത തുടങ്ങി. ഇത് ചോറ് തണുത്ത് പോട്ട് ദുആ നിർത്തിയില്ല. എന്നിട്ട് ദുആ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പറയാം, മതിയാ കേട്ടാനെ. ഇങ്ങനെയുള്ള മൊയിലാക്കന്മാരൊന്നും കിട്ടോ? വലിയ പാടാ. കാരണം എന്തേ, ഇങ്ങനെ ചെയ്താൽ ചിലപ്പോ മൊയിലാടിക്ക് നോവും. പക്ഷെ അന്നുണ്ടല്ലോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിപ്പോ. ഇങ്ങനെയുള്ള കറകളന്ന് ഒരാണുകിട വിട്ടുകൊടുക്കരുത്. യൗമാരക്ക് വിവരമില്ലാത്തോണ്ടല്ലേ പറയാ, നമ്മളോട് വിവരം ഉണ്ടാക്കി കൊടുക്കണം. അവരെ താങ്ങി നിൽക്കരുത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മഹലിൽ പോയാലും ആദ്യം ഇമാമിന് കാശ് കൊണ്ട് കൊടുക്കുന്നത് കള്ളവാറ്റുകാരനായിരിക്കും. 5000 രൂപ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി ഉസ്താദ് പറയും, അല്ലാഹു പോലെ അനുഗ്രഹിക്കണില്ല. അവൻ പറയും, ആമീനാണ്. ഇറങ്ങിന്ന് പോയി. ഉസ്താദ് ചാർജ് ചെയ്തു. ഉസ്താദിനെ അറിഞ്ഞൂടാ ഇവൻ കള്ളവാറ്റിയതാണെന്ന്. ഇവൻ ആദ്യമായിട്ട് കാണുകയല്ലേ. ഉടനെ ഉസ്താദ് ജുമയ്ക്ക് കള്ളിന്റെ വിഷയമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ ഒരാള് പറഞ്ഞു, ഇന്നലെ വന്നിട്ട് ഇറങ്ങിപ്പോയ ആളില്ലേ, മൂപ്പര് നല്ല സൂപ്പർ കള്ളവാറ്റ. അത് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ എന്ത് ചെയ്യും, പൈസ പാലിനും പത്രത്തിനും ഹോസ്പിറ്റലിലും കൊടുത്തുപോയി. ആകെ വിഷമിച്ചു. എന്നാ യവനെ വിളിച്ചിട്ട് മൊയിലാരി ചോദിക്കും, എടാ നീ അത് വാറ്റിയ പൈസയാണോ? ഞാനത് ഊറ്റിയ പൈസയാ. മൊയിലാരിക്ക് അങ്ങനെ വാറ്റി തരുമോ? യുവമാരൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉസ്താദുമാരെ കെണിയിൽപ്പെടുത്താൻ പിശാച് വരെ അവന്മാരുടെ കൂട്ടം. അതുകൊണ്ട് പെട്ടുപോകും ചിലപ്പോ. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കാത്തുരക്ഷിക്കും.
10, 12, 13 വർഷം ഓരോ മഹലിൽ നിന്നുകൊണ്ട് തുച്ഛമായ ശമ്പളം വാങ്ങിച്ച് കുടുംബം പോറ്റി, എന്നിട്ടും ഒരു വീടില്ലാതെ, എന്നിട്ടും ഒരു പുരയില്ലാതെ, എന്നിട്ടും മോളെ നിക്കാഹ് നടക്കാതെ, എന്നിട്ടും കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറാതെ കഷ്ടപ്പെടുന്ന ധാരാളം ഉസ്താദുമാരുണ്ട്. അള്ളാഹു ആ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളാകട്ടെ, ബാങ്ക് വിളിക്കുന്നവരാകട്ടെ, ഉസ്താദുമാരാകട്ടെ, ഇവരുടെ ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ എന്ന് മനസ്സുനൊന്ത് ദുആ ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പലരും ശിർക്ക് ഏത് എന്ന് നമുക്കറിയില്ല. നബി തങ്ങൾ കൈ ഉയർത്തി ദുആ ചെയ്തു അഭിമാനത്തോടെ. എന്താ പറഞ്ഞത്? മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുവേ നീ മഴ പെയ്യിപ്പിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ആകാശം വെറുതെ ഇരിക്കോ? മുത്ത് നബി തങ്ങളുടെ ഇറങ്ങിപ്പോയി. മുത്ത് നബി തങ്ങളുടെ വാക്ക് കേട്ടതും മേഘം ഇരുണ്ടുകൂടി മഴ വർഷിക്കുകയാണ്, മഴ വർഷിക്കുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, മാ റഅയ്ന ശംസ സിത്താ, 6 ദിവസം വരെ സൂര്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. 6 ദിവസം വരെ സൂര്യനെ ഞങ്ങൾ കണ്ടില്ല. മഴ ഇങ്ങനെ പെയ്ത് തകർത്തുകൊണ്ടിരുന്നു. തുടർച്ചയായി പെയ്താ തകരാറല്ലേ? മറീന ബീച്ച്